റീസെന്റ് റിലീസ് ആയതിൽ നല്ല വെടിപ്പായിട്ട് നമ്മളെ പറ്റിച്ച ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇതാണ് സിനിമയുടെ പോസ്റ്റർ. ഇത് കാണുമ്പോൾ ഇതിലെ നായകന്മാർ ഹെൻറി കാവിലും ജോൺ സീനയും അതേപോലെ നായിക ഡുവ ലിപ എന്നല്ലേ നമ്മൾ വിചാരിക്കൂ. എന്നാൽ ശരിക്കും ഈ 2-2.25 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ പടത്തിൽ വെറും 5 മിനിറ്റ് ഓർ അതിലും താഴെ മാത്രമേ ഇവരെയൊക്കെ കാണിക്കുന്നുള്ളൂ. തിയേറ്ററിൽ ആളെ കയറ്റാനുള്ള തന്ത്രം പറ്റിച്ച് ഞാനൊക്കെ അതിൽ വീണുപോയി. വലിയ വലിയ പ്രൊഡക്ഷൻ കമ്പനീസ് ഇങ്ങനെ ചെയ്യുന്നു, പിന്നെ എനിക്ക് ചെയ്തൂടെ? ഈ വീഡിയോയുടെ തമ്മിൽ ഹെൻറി കാവിലിന്റെ ഫോട്ടോ കാണിച്ച് നിങ്ങൾ എല്ലാവരെയും ഞാൻ പറ്റിച്ചു. കൂടിപ്പോയാൽ ഈ എക്സ്പ്ലനേഷനിൽ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് മാത്രമേ ഈ പറഞ്ഞ ആളുകളൊക്കെ കാണത്തുള്ളൂ. പിന്നെ പടത്തെ പറ്റി പറയുവാണെങ്കിൽ ഒരു സ്പൈ ത്രില്ലർ കോമഡി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടമാണ്. ആക്ഷൻ സീൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ അധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരും. ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഈ സിനിമ മൊത്തം ട്വിസ്റ്റ് ആണ്. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ കാണാൻ പോകുന്നത് 2024 റിലീസായ ആർഗൈൽ എന്ന സിനിമയാണ്. ഇദ്ദേഹമാണ് ആർഗൈൽ. ഹീസ് ഒരു രഹസ്യാന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനാണ്. ഏജന്റ്, സീക്രട്ട് ഏജന്റ്. നമ്മൾ നോക്കുമ്പോൾ ആള് തേങ്ങയൊക്കെ തിരുമ്പി നമ്മളെ പറ്റിക്കും. പക്ഷെ ഒരു വണ്ടിക്കകത്ത് കയറിയ പുള്ളി പുപ്പുലിയാണ്. ഇപ്പൊ ഇവിടെ ഒരു ടെററിസ്റ്റിനെ അറസ്റ്റ് ചെയ്യാൻ വന്നേക്കുവാണ്. ഡുവ ലിപയാണ് ടെററിസ്റ്റ്. അവളെയും പിടിച്ച് ഡാൻസ് ചെയ്യുന്നു. ഇതിപ്പോ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. നായകൻ വില്ലത്തെയും പിടിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ടിപ്പിക്കൽ ക്ലീശേ സാധനം തന്നെ. വില്ലത്തി സുന്ദരിയാണെങ്കിലോ അല്ലെങ്കിൽ കേസ് അന്വേഷിക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് ഏതെങ്കിലും സുന്ദരിയായിട്ടുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിലോ നായകൻ അവരുടെ കൂടെ ഡാൻസ് കളിച്ചേ പറ്റൂ. അത് വളരെ നിർബന്ധമാണ്. ഡാൻസ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. കണ്ടില്ലേ, പുള്ളിക്കാരനെ എടുത്ത് പൊക്കി തോളെ വെച്ച് ഇങ്ങനെ കറക്കി അവളെ ഇംപ്രസ് ചെയ്തു. എന്നാൽ ആർഗൈൽ ചിന്തിച്ചതിനേക്കാൾ ഒരുപടി മുന്നേ പുള്ളിക്കാരി ചിന്തിച്ചു. ഇവൻ ഏജന്റ് ആണെന്നും ഇവളെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണെന്നും മനസ്സിലാക്കിയ ഡുവ ലിപ ഒന്ന് വിരളിഞ്ഞുടിച്ചതും അവിടെയുള്ള അവളുടെ ആളുകളെല്ലാം നമ്മുടെ ഹീറോയ്ക്ക് നേരെ ഗണ്ണ് ചൂണ്ടി. പണിവാളി, നമ്മുടെ ആർഗൈലിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എങ്ങനെയോ ഇവർക്ക് കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും? ഒരു നല്ല സീക്രട്ട് ഏജന്റിന് എപ്പോഴും പ്ലാൻ ബി ഉണ്ടാവും. ഇവന്റെ പ്ലാൻ ബി ഇവന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന ഹാക്കറാണ് കെയ്റ. ഇവൾക്ക് ഓൾറെഡി നമ്മുടെ ആർഗൈൽ നിൽക്കുന്ന സ്ഥലത്തെ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ അവിടെ മൊത്തം സ്മോക്ക് നിറച്ച് നമ്മുടെ ഹീറോയ്ക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കി. രക്ഷപ്പെട്ട് പുറത്തു വന്നപ്പോൾ കെയ്റ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി വാഹനവുമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ ഹീറോ വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് ഒരു ബൈക്കിൽ അവിടെ എത്തുന്ന ഡുവ ലിപ ഇവർക്ക് നേരെ ഫയർ ചെയ്യുന്നു. ഹീറോയെ രക്ഷപ്പെടുത്താൻ വന്ന കെയ്റയ്ക്ക് വെടികൊണ്ടു. ഡുവ ലിപ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. ആർഗൈൽ അവന്റെ ബോസിനെ ഇക്കാര്യം ഇൻഫോം ചെയ്ത് കെയ്റയ്ക്ക് അത്യാവശ്യമായിട്ട് മെഡിസിൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ടാർഗറ്റിനെ ഫോളോ ചെയ്യാനാണ്. അതായത് ഡുവ ലിപ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, അവളെ വിടരുത്, കെയ്റയുടെ കാര്യം തങ്ങൾ നോക്കിയോളാം, മെഡ് ബാക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. തുടർന്ന് അവിടെ കിടന്ന ഒരു ജീപ്പ് എടുത്ത് നമ്മുടെ ഹീറോ ടെററിസ്റ്റിനെ ചേസ് ചെയ്തു പോകുന്നു. ഒരു 1.5 അടിപൊളി ചേസ്. അവിടെയുള്ള വീടിന്റെയൊക്കെ മണ്ടക്കൂടെ ചാടി ഇറങ്ങി ഇടിച്ച് പൊട്ടിച്ച് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിലൂടെ ഒരു ലക്കും ലഗാനുമില്ലാത്തൊരു വൻ ചേസ്. അങ്ങനെ ഒരു പോയിന്റിൽ നമ്മുടെ ആർഗൈൽ ഓടിച്ചിരുന്ന ജീപ്പ് തകർന്ന് തരിപ്പണമായി അതിന്റെ ടയറെല്ലാം ഊരിപ്പോയി. ഇനിയിപ്പോൾ അവനെ കൊണ്ട് അവളെ ചേസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും പ്രശ്നമില്ല, ആർഗൈലിന് എപ്പോഴും പ്ലാൻ ബി ഉണ്ടാവും. ഡുവ ലിപ ഇപ്പോൾ ചീറിപ്പാഞ്ഞ് പൊക്കൊണ്ടിരിക്കുന്ന അതേ റൂട്ടിൽ നമ്മുടെ ആർഗൈലിന്റെ സുഹൃത്തും സീക്രട്ട് സർവീസ് ഏജന്റുമായിട്ടുള്ള വയാറ്റുണ്ട്. അവിടെ സ്വസ്ഥമായിട്ട് ചായയും കുടിച്ചുകൊണ്ടിരുന്ന അങ്ങേരോട് നിന്റെ അതേ റൂട്ടിൽ അവൾ വരുന്നുണ്ടെന്ന് നമ്മുടെ ആർഗൈൽ പറഞ്ഞു. അപ്പോൾ വയാറ്റാവട്ടെ അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ബൈക്കിൽ നിന്നും ഡുവ ലിപയെ തൂക്കി ഇങ്ങെടുത്തു. ഇവിടെ കിട്ടുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡാണിത്, കഴിക്ക്. ഞങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആരാ നിനക്ക് തന്നത്? അത് നീ പറഞ്ഞില്ലെങ്കിൽ ഇതായിരിക്കും നിന്റെ ലാസ്റ്റ് സപ്പർ. ചോദിച്ചത് കേട്ടില്ലേ, ആരാ നിനക്ക് ഇൻഫർമേഷൻ തന്നെയെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. അഥവാ പറയത്തില്ല എന്നാണെങ്കിൽ ഇപ്പോൾ എന്റെ ചായക്കുള്ള അതേ ടെമ്പറേച്ചറിലാവും നിന്റെ ശരീരം. നോക്കണ്ട, ചായ ആകെ തണുത്താറിയിരിക്കുക. ആർഗൈലും വയാറ്റും മാറി മാറി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ഇവൾക്ക് യാതൊരു കുലുക്കവുമില്ല. പിന്നെയും തുടർച്ചയായി ചോദിച്ചപ്പോൾ ഇവൾ വയാറ്റിന്റെ ഫോൺ വാങ്ങി അവളുടെ കണ്ണ് സ്കാൻ ചെയ്ത് ആരാണ് ഇവൾക്ക് ഇൻഫർമേഷൻ കൊടുത്തതെന്നുള്ള കാര്യം അവരെ കാണിച്ചു കൊടുക്കുന്നു. സത്യം പറഞ്ഞ് വയാറ്റും ആർഗൈലും ആകെ ഞെട്ടിധരിച്ചു പോയി. ബിക്കോസ് ഇവരെ ഈ മിഷന് വേണ്ടി അയച്ച ഇവരുടെ ബോസ്, ഇവരുടെ സീനിയർ ആണ് ഇവൾക്ക് ഇൻഫർമേഷൻ ഒക്കെ കൈമാറിയത്. ആർഗൈലും വയാറ്റും ഇങ്ങനെ ഞെട്ടിധരിച്ചിരിക്കുമ്പോൾ ഇവളുടെ ലോക്കറ്റിൽ നിന്നും ഒരു ഡ്രോപ്പ് വിഷമെടുത്ത് നാവിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ഇനി മുന്നോട്ട് ആർഗൈലും വയാറ്റും എന്ത് ചെയ്യും? ഇവരുടെ ബോസ് തന്നെ ചതിയനാണ്. എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ ലോകത്തെ രക്ഷിക്കാനാവും? ഇതോടെ ആർഗൈൽ ബുക്ക് സീരീസിന്റെ 4ാമത്തെ വോളിയം അവസാനിക്കുന്നു എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരി എഴുതിയ ഒരു കഥയാണ് ഇത്രയും നേരം നമ്മൾ കണ്ടത്. യെസ്, ഈ പറഞ്ഞ ആർഗൈലോ വയാറ്റോ അല്ലെങ്കിൽ ആ ടെററിസ്റ്റോ ഇതൊന്നും റിയൽ അല്ല. എല്ലി കോൺവേ എന്ന ഈ പുള്ളിക്കാരി എഴുതിയ ഒരു കഥയാണ്. ഇവരുടെ ആർഗൈൽ ബുക്ക് സീരീസിന് വലിയ ജനപ്രീതിയുണ്ട്. ഒത്തിരി ഡിമാൻഡുള്ള ബുക്ക് സീരീസ് ആണിത്. ബിക്കോസ് എല്ലി കോൺവേ എഴുതുന്ന കഥ റിയാലിറ്റിയോട് അത്ര അടുത്ത് നിൽക്കുന്ന പോലെയാണ്. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പുള്ളിക്കാരി ബുക്കിനകത്ത് സൂചിപ്പിക്കും. അതുകൊണ്ട് തന്നെ ആ ബുക്ക് വായിക്കുന്ന ഒരാൾക്ക് ആ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് സംഭവിക്കുന്ന പോലെ ബുക്കിൽ പറയുന്ന ആ സ്പൈ സ്റ്റോറി തങ്ങളുടെ റിയൽ ലൈഫിൽ സംഭവിച്ച പോലെ ഒരു ഫീലാണ് ഉണ്ടാകുന്നത്. ഇതുവരെ 4 പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി 5ാമത്തെ പാർട്ടിന്റെ പണിപ്പുരയിലാണ് എല്ലി. ഇത് ആൽഫി, എല്ലിയുടെ ഡിയർ പെറ്റ്. ഷീസ് എ ക്യാറ്റ് പേഴ്സൺ. ആൽഫിയെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴെവിടെ പോയാലും ഒരു ബാഗിലാക്കി ആൽഫിയെ കൂടെ കൊണ്ടുപോകും. ഇവിടെ എല്ലി കോൺവേയുടെ ആർഗൈൽ ബുക്ക് സീരീസിലെ 5ാമത്തെ ബുക്ക് തുടങ്ങുന്നത് ഒരു നഷ്ടപ്പെട്ടു പോയ മാസ്റ്റർ ഫയലിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ആ ഫയലിലുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ഡയറക്ടറേറ്റ് തന്നെ നശിപ്പിക്കാൻ പറ്റും. ആർഗൈലിനെ ചതിച്ച് അവന്റെ ബോസിന്റെ എല്ലാ ഉടായ്പും പുറത്തു കൊണ്ടുവരാൻ പറ്റും. ആ മാസ്റ്റർ ഫയൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആർഗൈൽ തുടങ്ങിക്കഴിഞ്ഞു. മോഷ്ടിക്കപ്പെട്ട ഫയൽ തന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി ഗോൾഡ് കൊടുത്ത് അതിന് പകരമായി ഒരു ചെറിയ സെൽഫോൺ വാങ്ങുന്നു. അതിലൂടെ ഇവന് ഹാക്കറിലേക്ക് എത്താൻ പറ്റും. മാസ്റ്റർ ഫയലിലെ ഇൻഫർമേഷൻ ഒക്കെ ഡീകോഡ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ഡയറക്ടറേറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ആരൊക്കെയാണ് ചതിയന്മാരെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആർഗൈൽ അവന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. അതായത് ആ ഡയറക്ടറേറ്റ് പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയാണ് ബുക്ക് സീരീസിന്റെ 5ാമത്തെ പാർട്ട് അവസാനിക്കുന്നത്. ഇവിടെ കൊണ്ട് കഥ അവസാനിക്കുവാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരു ഔട്ട് പോലെ എഴുതി നമ്മുടെ ഹീറോയിൻ അവളുടെ അമ്മയ്ക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അടുത്ത ദിവസം രാവിലെ എല്ലിയുടെ അമ്മ ഇവളെ കോൺടാക്ട് ചെയ്ത് ആ 5ാമത്തെ പാർട്ട് പുള്ളിക്കാരിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയി പോയി, ഒരുമാതിരി വല്ലാത്ത എൻഡിങ് ആണെന്നൊക്കെ പറയുന്നു. അമ്മയുടെ സൈഡിൽ
സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ വന്നതോടെ നമ്മുടെ എല്ലി കഥ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എഴുതാൻ ശ്രമിക്കുകയാണ്. എന്നാൽ എല്ലി കുറേ വ്യത്യസ്തമായിട്ടുള്ള എൻഡിങ്ങുകൾ ആലോചിച്ചെങ്കിലും ഒന്നിലും പുള്ളിക്കാരിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എല്ലാ എൻഡിങ്ങും ഒരുമാതിരി അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ റീസൺസ് കാരണം മാറ്റുവാണ്. കഥ മുന്നോട്ട് പോകുന്നില്ല. ഒരു പോയിന്റ് സ്റ്റക്കായി നിൽക്കുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ ഇവൾ ആകെ കൺഫ്യൂസ്ഡ് ആയി. ഇത് ആദ്യമായാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ആർഗൈൽ സീരീസിൽ ഇത്രയും ബുക്കുകൾ എഴുതിയിട്ടും ഒരിക്കൽ പോലും ഇവളിങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എപ്പോഴും അവളുടെ മനസ്സിൽ ഇങ്ങനെ കഥകൾ വന്നുകൊണ്ടിരിക്കും. അവളുടെ ബ്രെയിനിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഒരു പോയിന്റിൽ ഇവൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ആയതോടെ നമ്മുടെ എല്ലി അവളുടെ നാട്ടിൽ തിരിച്ചു പോയേക്കാം, അതായത് അവളുടെ അമ്മയുടെ വീട്ടിൽ ചെന്നേക്കാമെന്ന് തീരുമാനിച്ചു. അവിടെ പോയി നിന്നാൽ എന്തെങ്കിലും ഒരു ഫ്രഷ് ഐഡിയ വർക്കൗട്ട് ആക്കി എടുക്കാൻ പറ്റുമല്ലോ. അമ്മയാണെങ്കിൽ ഈ കഥയൊക്കെ വായിച്ചിട്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. മേ ബി അവരുമായിട്ട് ചേർന്ന് ആലോചിച്ച് എന്തെങ്കിലും ഒരു നല്ല ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചേക്കാം. ഇങ്ങനെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ കാണാൻ നല്ല ലുക്കുള്ള ഒരു ഹാൻസം ആയിട്ടുള്ള ഒരു വ്യക്തി ഇവളുടെ അടുത്ത് വന്ന് ഇവളുടെ ഓപ്പോസിറ്റ് സീറ്റ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. അല്ല ഇവിടെ വേറൊരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവള് പറഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് മാറിപ്പോയി. അയാളോട് ഇവിടെ തന്നെ ഇരുന്നു എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരിക്ക് പറയാൻ പറ്റിയില്ല. ഉടനെ തന്റെ താടി മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു പുള്ളിക്കാരൻ ഇവളിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സീറ്റ് വന്നിരുന്നു. ഇതിപ്പോ ആരാണാവോ? ഹലോ, ആരാ നിങ്ങൾ? ഈ സീറ്റ് വേറൊരാളുടെ സീറ്റാണ്, പ്ലീസ്. വേറൊരാളുടെ സീറ്റോ? സീറ്റിന്റെ ആള് വരട്ടെ, അന്നേരം മാറിക്കൊടുക്കാം. ഓ, ഇത് നിങ്ങളുടെ കേറ്റാ? ഇവൻ കൊള്ളാലോ, ഡാ ചെറുക്കാ, ഡാ ഇങ്ങോട്ട് നോക്കടാ എന്നൊക്കെ പറഞ്ഞ് ഒരേ ശല്യം ഇങ്ങേര്. ഫസ്റ്റ് ഇംപ്രഷന് കാര്യങ്ങൾ മൊത്തം കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് എല്ലി ഇയാളെ വലിയ മൈൻഡ് ആക്കുന്നില്ല. എന്നാൽ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുന്നുണ്ട്. അത് നമ്മുടെ എല്ലി എഴുതിയ ആർഗൈൽ ബുക്ക് സീരീസിലെ 4ാമത്തെ ബുക്കാണ്. ബുക്ക് വായിച്ചു തീർത്തു. അതിന്റെ ലാസ്റ്റ് പേജിൽ നമ്മുടെ എല്ലിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് ഇങ്ങേർക്ക് തന്റെ മുന്നിലിരിക്കുന്നത് ഈ ബുക്കിന്റെ ഓതർ ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഓ ഹലോ, ഇത് നിങ്ങളല്ലേ? ഐ ആം എ ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നിർത്താതെ ചിലക്കലും തുടങ്ങി. ഇവൻ ഇങ്ങനെ ആർഗൈൽ ബുക്കിനെ പറ്റി വലിയ കാര്യത്തിൽ വിശദമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ എല്ലിക്കാവട്ടെ ഡിഫറെന്റ് ആയിട്ടുള്ള വിഷൻസ് ഉണ്ടാവുകയാണ്. അതായത് അവളുടെ തൊട്ട് മുന്നിൽ ഇവൾ എഴുതിയ ആ ബുക്കിലെ ക്യാരക്ടർ ആർഗൈൽ വന്നിരിക്കുന്ന പോലെ. എല്ലിക്ക് അങ്ങനെ തോന്നുന്നതാണ്, പക്ഷേ അവൾ എത്ര കൺട്രോൾ ചെയ്തിട്ടും ആ തോന്നൽ അങ്ങോട്ട് പോകുന്നില്ല. ഇന്നേരം ഇതേ ട്രെയിനിൽ സഞ്ചരിക്കുന്ന വേറൊരു വ്യക്തി ഇവൾ എഴുതിയ ബുക്കും കൊണ്ട് ഇവളുടെ അടുത്ത് വന്ന് അതിലൊന്ന് സൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓക്കെ, നിങ്ങളുടെ അടുത്ത് പെന്നുണ്ടോ? ഇവള് പെൻ ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരൻ ഒരു സിറിഞ്ചാണ് എടുക്കുന്നത്. അത് കാണേണ്ട താമസം ഇവളോട് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇവളുടെ തൊട്ട് മുന്നിൽ ആ മുടിയൊക്കെ നീട്ടി വളർത്തിയ പുള്ളിക്കാരനില്ലേ, അങ്ങേരുത് ഇവനെ തല്ലുന്നു. ഇവനെ മാത്രമല്ല ആ ട്രെയിനിലുള്ള വേറൊരുത്തനെയും തല്ലുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ ബുക്ക് സൈൻ ചെയ്യിക്കാമെന്ന് ഇങ്ങരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ഇവരാരൊക്കെയാണെന്ന് യാതൊരു ഐഡിയ ഇല്ല. കുറെ ആളുകൾ അപ്പുറത്തെ ബോഗിയിൽ ഇങ്ങോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഒരു കാര്യം ഉറപ്പ്, ഇവരുടെ ലക്ഷ്യം, അതായത് ഈ ആക്രമിക്കാൻ വന്ന ആളുകളുടെ ലക്ഷ്യം നമ്മുടെ എല്ലിയാണ്. എന്നാൽ എല്ലിക്കാണെങ്കിൽ ഇവിടെ നടക്കുന്ന സംഭവം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. ബിക്കോസ് അവൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആർഗൈലിന്റെ വിഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആ മുടിയും താടിയും നീട്ടി വളർത്തി ആ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ആർഗൈലായി മാറുവാണ്. ഇവള് നോക്കുമ്പോൾ ആർഗൈൽ അവരോട് ഫൈറ്റ് ചെയ്യുന്ന പോലെയൊക്കെ. ഈ ആക്ഷൻ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ആ താടി മുടി നീട്ടി വളർത്തിയ പുള്ളിക്കാരൻ ആർഗൈലായിട്ട് മാറുമ്പോൾ ആ ഒരു ബ്ലെൻഡിങ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ആ കട്ട് എഡിറ്റ് ആ സംഭവം ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവർ ആ സീൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ എല്ലിയെ ചേസ് ചെയ്ത് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നേരത്തെ ഇവളുടെ മുന്നിൽ ഇവളുടെ ഫാനായിട്ട് വന്നൊരു പുള്ളിക്കാരൻ കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഇവൾക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്ത് പണ്ടാറ് ഇവിടെ സംഭവിക്കുന്നത്? ഇവൾ എഴുതുന്ന കഥയിൽ ഇങ്ങനെയുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഇവൾ വെക്കാറുണ്ട്, അതൊക്കെ ശരി. പക്ഷേ ഇതിപ്പോൾ ഇവളുടെ റിയൽ ലൈഫിൽ സംഭവിക്കുന്നു. ഇതൊക്കെ സത്യമാണോ തോന്നലാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ആരൊക്കെ വന്നാലും എങ്ങനെയുള്ള വെപ്പൺസുമായിട്ട് വന്നാലും ഈ താടി മുടി നീട്ടി വളർത്തിയ പുള്ളിക്കാരൻ നമ്മുടെ എല്ലിയും കൊണ്ട് ആ ട്രെയിനിൽ നിന്ന് വിദഗ്ധമായി രക്ഷപ്പെടുന്നുണ്ട്. അതും പാരഷൂട്ടൊക്കെ യൂസ് ചെയ്ത് വളരെ സാഹസികമായി. ആ ഒരു ചാട്ടത്തിൽ നമ്മുടെ എല്ലിയുടെ ബോധം പോയി. പിന്നെ അവൾക്ക് ബോധം വരുമ്പോൾ അവൾ ഏതോ ഒരു ക്യാബിനിലാണ്, എവിടെയോ ഉള്ളൊരു വീട്ടിൽ. നീ എഴുന്നേറ്റായിരുന്നോ? ഓ എന്തിനാ പേടിക്കുന്നേ? ഇത് ഞാൻ തന്നെയാണ്. നീ ട്രെയിനിൽ വെച്ച് കണ്ട നിന്നെ രക്ഷപ്പെടുത്തിയ അതേ ആള്. ജസ്റ്റ് എന്റെ താടി ഒന്ന് പഠിച്ചു, മുടി വെട്ടി, അത്രേ ഉള്ളൂ. വെൽ, എന്റെ പേര് എയ്ഡൻ വൈൽഡ്. ഓക്കെ, ഒരു മിനിറ്റ്, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നേ? ലുക്ക്, ഇത് നിന്റെ വീട്ടിൽ നിന്നുള്ള വിഷ്വൽസ് ആണ്. വാട്ട്? എന്റെ വീടിനകത്ത് നീ ക്യാമറ വെച്ചോ? അതിന്റെ ജോലിയുടെ ഭാഗമാണ്. ഞാൻ ഒരു സ്പൈ ആണ്. പിന്നെ നീ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെയുള്ള വിഷ്വൽസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. നിന്റെ വീട് അരിച്ചു പറക്കി നോക്കുന്ന യുവമാരെ കണ്ടില്ലേ? ഇവനാണ് നിന്നെ ട്രെയിനിൽ വെച്ച് അറ്റാക്ക് ചെയ്യാൻ വന്നേ, കാർലോസ്. യുവമാർക്ക് ഡിവിഷൻ എന്നൊരു വിങ്ങിന്റെ ഭാഗമാണ്. ബാഡ് പീപ്പിൾസ്. യുവമാരുടെയൊക്കെ ഹെഡ് ഒരുത്തനുണ്ട്, ഡയറക്ടർ റിറ്റർ. നീ എഴുതുന്ന ആർഗൈൽ ബുക്ക് സീരീസിലെ വില്ലൻ ഗ്യാങ് ഇല്ലേ, അവരുടെ റിയൽ ലൈഫ് വേർഷനാണ് ഇവരൊക്കെ. യുവമാർക്ക് ഒരു മാസ്റ്റർ ഫയൽ വേണം. അതിനു വേണ്ടിയാണ് അവർ നിന്നെ ചേസ് ചെയ്ത് വരുന്നത്. നീ എഴുതിയ നോവലിൽ ഒരു മാസ്റ്റർ ഫയലിനെ പറ്റി പറയുന്നുണ്ടല്ലോ. എക്സാക്ട്ലി അത് റിയൽ വേൾഡിൽ സംഭവിച്ചു. ഇവർ ഇനിയും നിന്നെ പിന്തുടർന്ന് വരും. അതിനു മുമ്പ് ആ മാസ്റ്റർ ഫയൽ എവിടെയാണെന്ന് നീ കണ്ടെത്തണം. ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നാൽ നമ്മുടെ ഹീറോയിൻ എല്ലി എഴുതുന്ന നോവൽ റിയൽ ലൈഫിൽ പാരലായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇവളെ നോവലിനകത്ത് എന്തൊക്കെ എഴുതുന്നുണ്ടോ അതൊക്കെ അതുപോലെ റിയൽ ലൈഫിലും സംഭവിക്കുന്നുണ്ട്. നിലവിൽ ഈ എയ്ഡൻ പറഞ്ഞു കൊടുത്ത ഈ ഡിവിഷൻ ഗ്യാങ് ഉണ്ടല്ലോ, അതാ ഇവന്മാരൊക്കെ, ഇവർക്ക് എന്തോ ഒരു മാസ്റ്റർ ഫയൽ വേണം. ആ മാസ്റ്റർ ഫയൽ നമ്മുടെ ഹീറോയിന്റെ പക്കൽ, അതായത് എല്ലിയുടെ പക്കൽ ഉണ്ടെന്നാണ് ഇവർക്ക് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഇവളിലൂടെ ആ മാസ്റ്റർ ഫയലിലേക്ക് എത്താൻ പറ്റുമെന്ന് ഇവർ വിചാരിക്കുന്നു. അതിലുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ഡിവിഷൻ ഗ്യാങ്ങിനെ തന്നെ തകർക്കാൻ പറ്റും എന്നൊക്കെയുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ. എല്ലി എഴുതിക്കൊണ്ടിരിക്കുന്ന ആർഗൈൽ ബുക്ക് സീരീസിന്റെ 5ാമത്തെ പാർട്ടിൽ അവൾ ഈ മാസ്റ്റർ ഫയലിനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ എൻഡിങ്ങിലും മാസ്റ്റർ ഫയൽ എങ്ങനെ കണ്ടെത്തുന്നു വിവരിക്കുന്നില്ല. മാസ്റ്റർ ഫയൽ കണ്ടെത്തി ആർഗൈൽ ആ ഇൻഫർമേഷൻ എല്ലാം പുറത്തു കൊണ്ടുവന്നു എന്നേ പറയുന്നുള്ളൂ. ഇങ്ങനത്തെ ഒരു എൻഡിങ് ഒട്ടും ശരിയാവത്തില്ലെന്ന് ഇവളുടെ അമ്മയും ഇവളോട് പറയുന്നുണ്ടായിരുന്നല്ലോ. ഡിവിഷൻ ഗ്യാങ് ഇവളുടെ വീട്ടിൽ നുഴഞ്ഞു കയറി 5ാമത്തെ പാർട്ട് വായിച്ചിരുന്നു. 5ാമത്തെ പാർട്ടിലൂടെ അമ്മമാർക്ക് ആ മാസ്റ്റർ ഫയൽ കണ്ടെത്താൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവൾ ഇങ്ങനെ ഒരു എൻഡിങ് വെച്ചതോടെ അവർക്കത് കണ്ടെത്താൻ സാധിച്ചില്ല. ഇതൊക്കെ ഒട്ടും കൺവിൻസിംഗ് അല്ല. ഇതൊക്കെ വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. എല്ലിക്കും അങ്ങനെയൊക്കെ തന്നെ. അവൾക്ക് ഇതൊന്നും അങ്ങോട്ട് നമ്പാൻ പറ്റുന്നില്ല. കഥ എങ്ങനെ റിയൽ ആവും എന്നുള്ള കൺഫ്യൂഷനിലാണ് അവൾ. അറ്റ് ദ സെയിം ടൈം അപ്പുറത്തെ ഡിവിഷൻ ഗ്യാങ്ങിന്റെ ഡയറക്ടർ റിട്ടർ ആവട്ടെ, എല്ലിയെ പിടിക്കാൻ പോയമാരെ അവളെയും കൊണ്ട് വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവൾ രക്ഷപ്പെട്ടു പോയതുകൊണ്ട് അക്കൂട്ടത്തിൽ ഒരുത്തനെ തന്നെ കൊല്ലുന്നുണ്ട്. ഇയാൾ ഒടുക്കത്തെ സീരിയസ് ആണ്. ഒരു ജോലി ഏൽപ്പിച്ചാൽ കൃത്യസമയത്ത് അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇതാവും അവസ്ഥ. ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. ഇവിടെ
ഇവിടെ നമ്മുടെ എല്ലിക്ക് ഇപ്പോൾ ആകെ കിളി പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവളെ ചേസ് ചെയ്ത് വരുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടണം. അവരുദ്ദേശിക്കുന്ന മാസ്റ്റർ ഫയൽ എവിടെയാണെന്ന് കണ്ടെത്തണം. അതെവിടെയാണെന്ന് ഇവൾക്ക് യാതൊരു ഐഡിയയും ഇല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. സോ ഇവളെ സഹായിക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ എയ്ഡൻ മാത്രമാണ്. സോ എയ്ഡൻ പറയുന്നത് കേൾക്കാം. അങ്ങനെ അവന്റെ കൂടെ പോകുന്നു. ഇവൾ എഴുതിയ കഥയിൽ ആർഗെയിൽ ഡിവിഷന്റെ മാസ്റ്റർ ഫയൽ മോഷ്ടിക്കാൻ വേണ്ടി ഒരു ഹാക്കറിനെ ഹയർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. റിയൽ ലൈഫിൽ നമ്മുടെ ഈ എയ്ഡനാണ് അങ്ങനെ ഒരു ഹാക്കറിനെ ഹയർ ചെയ്തത്. ഹാക്കറിന്റെ പേര് ബക്കുനിൻ. ഇതുവരെ ഡിവിഷൻ ഗ്യാങ് ചെയ്തിട്ടുള്ള ഉഡായിപ്പ് പരിപാടികളെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും കിട്ടി. ബോംബിങ്സ്, ഇലക്ഷൻ ഫ്രോഡ്, റേഡിയോ ആക്റ്റീവ് പോയിസണിങ്സ്, ഇങ്ങനെ തുടങ്ങി ഡിവിഷൻ ചെയ്തിട്ടുള്ള പരിപാടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡാർത്ത് വേഡർ ഒരു കൊച്ചു കുട്ടിയാണ്. ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു മാസ്റ്റർ ഫയൽ ഒരു ഫ്ലാഷ് ഡ്രൈവിലാക്കി അതൊരു ബുള്ളറ്റ് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഇൻഫോർമേഷൻ ചോർത്താൻ പറ്റിയെങ്കിലും ഇവിടെ വേറൊരു പ്രശ്നം പറ്റി. നമ്മുടെ എയ്ഡൻ ഹയർ ചെയ്ത ഈ ഹാക്കർ ഉണ്ടല്ലോ ബക്കുനിൻ, അവൻ ചതിച്ചു. അവന് നേരത്തെ പറഞ്ഞ തുകയുടെ 3 ഇരട്ടി വേണമെന്ന്. സമ്മതിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ഡിവിഷനെ പറ്റിയുള്ള സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. സോ നമ്മുടെ ഹീറോ സമ്മതിച്ചു. ബട്ട് പിന്നീട് അവനെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ബക്കുനിൻ എവിടെയാണെന്ന് അറിയത്തില്ല. ഡിവിഷൻ അവനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എനിക്ക് അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. അവൻ പറഞ്ഞ തുകയൊക്കെ ഞാൻ കൊടുത്തോളാം. പറ ബക്കുനിൻ എവിടെയുണ്ട്? എന്തോന്ന് നിങ്ങൾ ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നേ? എനിക്കറിയാവോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി ഒക്കെ എഴുതിയ ആളല്ലേ നീ. അപ്പൊ നിനക്ക് ഇമാജിൻ ചെയ്ത് കണ്ടുപിടിക്കാലോ അവൻ എവിടെ പോകാനാണ് സാധ്യത. നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കഥ എഴുതുന്ന പോലെ ചിന്തിക്ക്. ഹേയ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? അവൻ എവിടെ വേണേ പോകാലോ. ലണ്ടനിൽ എവിടെങ്കിലും ഒക്കെ കാണും അവൻ. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് പറന്ന് ലണ്ടനിൽ ഇറങ്ങിയേക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ഈടൻ ഇവളെയും കൊണ്ട് പ്ലെയിനിൽ കയറാൻ ചെല്ലുന്നു. നോ വേ, എനിക്ക് പ്ലെയിൻ പറ്റൂല. ഞാൻ നിങ്ങളെ ഒരു ട്രെയിൻ വെച്ചാൽ കണ്ടത്. അതിന് നിനക്കെന്താ പേടിയാണോ? ആക്ച്വലി പ്ലെയിൻ ക്രാഷ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. സാധ്യതയൊക്കെ കുറവായിരിക്കും, പക്ഷെ നിന്നെ പോലുള്ള സ്പൈയുടെ കൂടെ ഉറപ്പായിട്ടും ഇത് ക്രാഷ് ആവും. ഹേ, കൂൾ ഡൗൺ. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനല്ലേ പറയുന്നത്. നോക്ക്, നമുക്കിപ്പോൾ ഈ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കുറഞ്ഞ സമയത്തിനുള്ളിൽ ലണ്ടനിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. സ്റ്റോറീസിലൊക്കെ സംഭവിക്കുന്ന പോലെ എന്തെങ്കിലും ഫിക്ഷണലായിട്ട് നടക്കുമെന്ന് ചിന്തിക്കാതെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ ട്രസ്റ്റ് ചെയ്യൂ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലിക്ക് ധൈര്യം കൊടുത്ത് അങ്ങനെ അവർ ഇരുവരും പ്ലെയിനിൽ ലണ്ടനിലെത്തി. ഇവിടെ ഏഡൻ ആ ഹാക്കറിനെ നേരത്തെ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ച സ്ഥലത്തെത്തിയിട്ട് എല്ലിയോട് ശരി പറ, ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കാൻ? ഇവിടെ വന്ന് ഈ സ്ഥലമൊക്കെ കാണിച്ചു തന്നിട്ട് എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? കമോൺ എല്ലി, നിന്നെ കൊണ്ട് പറ്റും. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ശരിക്കും ഒന്ന് ആലോചിക്ക്. അവൻ എവിടെ ആവാനാണ് സാധ്യത? അറ്റ് ദ സെയിം ടൈം വില്ലൻ ഗ്യാങ്ങിന്, അതായത് ആ ഡിവിഷൻ ഗ്യാങ്ങിന് നമ്മുടെ എല്ലി ഈ സ്ഥലത്തുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇവള് പോപ്പുലർ ആണല്ലോ. സോ ഇവളുടെ ഒരു ഫാൻ ഇവളെ കണ്ടപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൂടെ ഇവളറിയാതെ ലൈവ് സ്ട്രീം ചെയ്തു. അങ്ങനെ ആ ഒരു ലീഡിലൂടെ ഡിവിഷൻ ഇവളെ പിടിക്കാൻ ആളുകളെ അയക്കുന്നു. താൻ എഴുതിയ കഥയുടെ ബാക്കി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലി ആവട്ടെ ആർഗെയിലിന് ഇപ്പോൾ ഉള്ള ലീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു ഫോണുണ്ട്. പുള്ളിക്കാരൻ ഗോൾഡ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഫോൺ വാങ്ങുന്നതായിട്ട് ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഫോണുമായി ഈ സ്ഥലത്ത് വന്നിട്ട് ആർഗെയിലിന് മുന്നിൽ ഹാക്കർ വന്നില്ല. ഈ ഫോൺ മാത്രമേ അവൻ്റെ മുന്നിൽ ലീഡായിട്ടുള്ളൂ. ഇവൻ്റെ പക്കൽ ആകെയുള്ള ഈ ഫോണിൽ ആരും വിളിക്കുന്നുമില്ല. സോ ഒരു പക്ഷേ ഈ ഫോൺ തന്നെ ആയിരിക്കും ലീഡ്. അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന ആർഗെയിൽ വയാറ്റിൻ്റെ അടുത്ത് ചെന്ന് ആ ഫോൺ ഊരി നോക്കുമ്പോൾ ഇതിനുള്ളിൽ കുറേ വാല്യുബിൾ ഇൻഫർമേഷൻസ് ഉണ്ടായിരുന്നു. ഒരു ചിപ്പ് രൂപത്തിൽ. ഇങ്ങനെയുള്ള ചിപ്സ് ഡൈസെക്ട് സാറ്റലൈറ്റ്സുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ആ സാറ്റലൈറ്റ്സ് ഏതാണെന്ന് കണ്ടെത്താൻ സാധിച്ചാൽ അതിലൂടെ ഇവർക്ക് ഹാക്കറിനെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ഈഡൻ അവൻ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വെച്ച് ആ സാറ്റലൈറ്റ് കണ്ടുപിടിച്ചു. അതിലൂടെ അവനൊരു ലൊക്കേഷനും കിട്ടുന്നുണ്ട്. ഇതേ കാര്യം വില്ലൻ ഗ്യാങ്ങും കണ്ടെത്തുന്നുണ്ട്. ഡിവിഷൻ്റെ ആളുകൾ ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും അവിടെ എത്താൻ സാധിച്ചു. ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അധികം ഫേർണിഷ്ഡ് ഒന്നുമല്ല. ആരെങ്കിലും താമസിക്കുന്നുണ്ടോ അറിയില്ല. എന്തായാലും ഇവർ കൂട്ടുകുത്തി തുറന്നകത്ത് കയറി വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഫ്ലോറിനടിയിൽ ഒരു രഹസ്യ അറിയിൽ ഒരു ബോക്സ് ഉണ്ട്. അതെടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ പണമുണ്ട്. പിന്നെ ഒരു ബോട്ടിന്റെ കീ ഉണ്ട്. ആൻഡ് കുറേ VPN IDs, ഡ്രോപ്പ് സൈറ്റ്സ്, IP അഡ്രസ്സസ്, അങ്ങനെ കുറേ ഒരു ഹാക്കർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. വാവ്, ഇവൾ എഴുതുന്ന കഥയിലൂടെ ഇവർക്ക് ഇവിടെ വരെയൊക്കെ എത്താൻ പറ്റിയപ്പോൾ അത് ഇവൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ ഇത് ചെയ്യുന്നു? ഒരു കഥ എങ്ങനെ റിയൽ ലൈഫിൽ അതുപോലെ സംഭവിക്കുന്നു? ആലോചിച്ച് നിൽക്കാൻ ഒട്ടും സമയമില്ല. ഡിവിഷൻ അയച്ച ആളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അവർ മുറിക്കുള്ളിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോയിനും ആ ഫ്ലോറിന് താഴെയുള്ള ആ ഒരു സ്പേസ്, ഇവർക്ക് ആ പെട്ടി കിട്ടിയ ആ ഒരു സ്പേസിൽ ഒളിച്ചു. ശബ്ദം ഉണ്ടാക്കരുത്, ചെറിയ ശബ്ദമെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും എന്ന് പറയേണ്ട താമസം ഇവളുടെ ആ പണ്ടാഹാരം ക്യാറ്റ് ഉണ്ടല്ലോ ആൽഫി, അത് ശബ്ദം ഉണ്ടാക്കി. അടി തുടങ്ങാൻ സമയമായി. പിന്നെ പറന്ന് ചാടി അടി ഇടി വെടി. ഈ മൂവിയിലെ മെയിൻ ഇതിന്റെ ആക്ഷൻസ് ആണ്. ചുമ്മാ കണ്ടിരിക്കാൻ വേറെ ലെവലാണ്. എല്ലാമല്ല, ഇങ്ങനെയുള്ള കുറേ ആക്ഷൻ സീൻസ് ഉണ്ട്. അതൊക്കെ നല്ല നൈസായിരുന്നു, രസമായിരുന്നു. ഇതിപ്പോൾ ഫൈറ്റ് നടക്കുന്ന സമയത്ത് മാത്രമായിരിക്കാം നമ്മുടെ ഹീറോയിൻ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുന്നിൽ ആർഗെയിലിനെ കാണാൻ പറ്റുന്നുണ്ട്. ഏഡൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവൾക്ക് ഏഡിന് പകരം ആർഗെയിലിനെ കാണാൻ പറ്റും. ഇൻ കേസ് അവൻ മോശമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ അടി വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഏഡിനെ തന്നെയാണ് കാണുന്നത്. എന്തോ ഒരു പ്രത്യേക ജാതി വിഷൻസ്. ഇങ്ങനെ ഇവർ ഈ ഫൈറ്റിനിടയിൽ നമ്മുടെ ഹീറോയിൻ നിൽക്കുന്ന അവിടേക്ക് ഒരു ഗ്രനേഡ് വന്ന് വീഴുന്നുണ്ട്. ഇവളവിടെ ഒന്നും അറിയാത്ത പോലെ ആ ഗ്രനേഡ് എടുത്ത് നമ്മുടെ ഹീറോയും മറ്റവനും ഫൈറ്റ് ചെയ്യുന്ന അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഏഡൻ നോക്കുമ്പോൾ ഗ്രനേഡ് ബ്ലാസ്റ്റ് ആവാറായി. പണ്ടാര കാലം അടുത്ത് എന്നെ കൂടെ കൊല്ലാൻ നോക്കുകയാണെന്നുള്ള മട്ടിൽ പുള്ളി ജീവനും കൊണ്ട് ചാടി ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവളെയും പിടിച്ചു കയറ്റി. ഇനിയും മാതിരി പരിപാടി ഒന്നും കാണിച്ചേക്കല്ലേ, ഡിവിഷൻ്റെ ആളുകൾ ഇനിയും വരും. സോ ഫൈറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അവന്മാരെയൊക്കെ അടിച്ച് താഴെ ഇട്ടേക്കാം. നീ ഒന്നും നോക്കണ്ട, അവന്മാരൊക്കെ തല ചവിട്ടി അങ്ങ് പൊട്ടിച്ചേക്കണം. എന്നാന്ന് തല ചവിട്ടി പൊട്ടിക്കാനാ? ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. ഒന്നുമില്ല, നീ ഇങ്ങനെ കാല് പോകുക, ഒന്ന് തിരിയുക, ഒരൊറ്റ ചവിട്ട്. നോ, പറ്റില്ല. ഞാൻ എന്തിനാ ഫൈറ്റ് ചെയ്യുന്നത്? നിങ്ങളല്ലേ ഫൈറ്റ് ചെയ്യേണ്ടത്. അതൊക്കെ നിങ്ങളുടെ ജോലിയല്ലേ? ഓഫ് കോഴ്സ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ അവന്മാരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തിക്കോളാം. നീ ജസ്റ്റ് കാലിങ്ങനെ പൊക്കുക, കുണ്ടിങ്ങനെ ചരിക്കുക, ഒരൊറ്റ ചവിട്ട്. വളരെ നിസ്സാരം. വേണേ ഒന്നുകൂടെ പറഞ്ഞുതരാം. കാലിങ്ങനെ പൊക്കുക, കുണ്ടിങ്ങനെ ചരിക്കുക, ഒരൊറ്റ ചവിട്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആലോചിക്കാൻ സമയമില്ല. ബാബാ എന്നും പറഞ്ഞ് ഇവളെയും വിളിച്ച് പുറത്തിറങ്ങി അവൻ ഓരോരുത്തരെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. എല്ലിയാവട്ടെ കാലൊക്കെ പൊക്കി ഇങ്ങനെ ഒന്ന് ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ബട്ട് അവളെ കൊണ്ട് ചവിട്ടാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ഏഡൻ ഡിവിഷൻ അയച്ച ആളുകളെയൊക്കെ തീർത്തു മീൻസ് വെടിവെച്ചു എന്ന് വെച്ച് ഒരു ബുള്ളറ്റ് ഇറക്കി എന്ന് പറഞ്ഞാൽ അവർ മരിക്കത്തില്ലല്ലോ. ഇവളാണെങ്കിൽ ഇപ്പോഴും ചവിട്ടാതെ നിൽക്കുന്നു. സോ ഇങ്ങനെയാണ് എല്ലി ചവിട്ടേണ്ടതെന്ന് പറഞ്ഞ് ഏഡൻ തന്നെ ഒരുത്തിന്റെ തല ചവിട്ടി പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ
അപ്പോഴേക്കും കൂടുതൽ ആളുകൾ പിന്നെയും വരുന്നു. ഡിവിഷൻ നിസ്സാരക്കാരല്ല, അവർ കൂടുതൽ ടീമിനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇവർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ് ബുദ്ധി. സോ ഇവർ രണ്ടാളും ഈ ബിൽഡിങ്ങിന്റെ റൂഫിൽ കയറി നോക്കുമ്പോൾ താഴെയായിട്ട് ബഖുനിന്റെ ബോട്ട് കിടപ്പുണ്ട്. ബോട്ട് ആ ബോക്സിനകത്തുണ്ടായിരുന്നല്ലോ. ബട്ട് ബിൽഡിങ്ങിന് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ആകെ പോകെയുള്ള ഒരേ ഒരു വഴിയിലൂടെയാണ് മറ്റന്മാർ കയറി വന്നിട്ടിരിക്കുന്നത്. നോ പ്രോബ്ലം, നമുക്ക് ഇവിടുന്ന് ചാടാവുന്നേ, ഒന്നും പേടിക്കാനില്ല. ബോട്ടിന്റെ അടുത്തായിട്ട് ഒരു ക്രാഷ് മാറ്റ് ഉണ്ട്. ഇവിടുന്ന് ചാടിയാൽ നമ്മൾ 100% സേഫ് ആയിരിക്കും. അയ്യോ ഇതൊന്നും പറ്റത്തില്ല. അല്ല ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഐഡിയയും വരത്തില്ലേ? നിങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ? എല്ലി ട്രസ്റ്റ് മീ, നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ. ഇതാ ഒരു എക്സാമ്പിൾ കാണിക്കാന്ന് പറഞ്ഞ് ഇവളുടെ ക്യാറ്റിനെ എടുത്ത് ഇവൻ താഴോട്ടിട്ടു. ആൽഫി സേഫ് ആയിട്ട് ആ ക്രാഷ് മാറ്റിൽ ലാൻഡ് ചെയ്തു. തുടർന്ന് ഇവർ രണ്ടുപേരും താഴെ ചാടുന്നുണ്ട്. വൻ കോമഡിയാക്കി സീനാക്കി മറ്റന്മാർ കയറി വരുന്നതിന് മുമ്പ് ആ ബോട്ടിൽ കയറി അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ഡിവിഷന് പിടി കൊടുക്കാത്ത സേഫ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലെത്തി. അവിടെ വെച്ച് നമ്മുടെ ഹീറോയിന് വീണ്ടും മറ്റേ ആർഗെയിലിന്റെ വിഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇവൾക്കുണ്ടാവുന്ന ഹാലൂസിനേഷൻ ആണ്. അവൾ ഇമാജിൻ ചെയ്യുന്നതാണ്. ഈ ആർഗെയിലിന്റെ വിഷനോട് അവൾ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവളുടെ ഇപ്പോഴത്തെ ആങ്സൈറ്റി കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആ വിഷൻ ഇവളെ ആശ്വസിപ്പിക്കുന്ന പോലെ സംസാരിക്കുന്നു. അതെല്ലാം ഇവൾ ഇമാജിൻ ചെയ്യുന്നതാണ്. ഓഫ്കോഴ്സ് ഇങ്ങനെയുള്ള ചേസിനിടയിൽ അവളുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി അവളുടെ മൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വാട്ടെവർ ആ ഒരു ആർഗെയിലിന്റെ വിഷൻ അല്ലെങ്കിൽ ആ ഒരു ഹാലൂസിനേഷനാണ് ഇവളെ ഒന്ന് കൂളാക്കുന്നത്. ഐ മീൻ ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കിടയിൽ ഓക്കേഷായിട്ട് അവളെ പിടിച്ചു നിർത്തുന്നത്. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലക്സ് ആവാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ എയ്ഡൻ വേറൊരാളോട് ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അവളെ എനിക്ക് കിട്ടി, ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുക. ദെൻ എല്ലി കോൺവേ നീഡ്സ് എ ബുള്ളറ്റ് ഇൻ ഹെർ ഹെഡ് എന്നിവൻ എടുത്ത് പറയുന്നുണ്ട്. ഇവൻ ഇങ്ങനെ പറയുന്നത് കേട്ടത് ഇവൾ ഒരുമാതിരി പേടിച്ച് വരണ്ടു പോയി. ഇവൻ തന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ? ഇത്രയും സമയം ഇവളെ എയ്ഡനെ വിശ്വസിച്ചു. ബട്ട് ആക്ച്വലി ഇവനൊരു ചതിയനായിരുന്നു. ഇവനെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നായതോടെ രണ്ടും കൽപ്പിച്ച് ഇവർക്ക് ഇതുവരെ കളക്ട് ചെയ്യാൻ പറ്റിയ തെളിവുകളുമായി ഇവളുടെ ആൽഫയും എടുത്ത് അവിടെ ഓടി രക്ഷപ്പെടുന്നു. ദെൻ ഇവളുടെ പേരൻസിനെ കോൺടാക്ട് ചെയ്ത് ഇവിടെയുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്തു. ഇതാണ് എല്ലിയുടെ അമ്മ, നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ. ആൻഡ് ഇതാണ് എല്ലിയുടെ അച്ഛൻ. ഇയാളെ നേരത്തെ കണ്ടായിരുന്നു, ആ ഡിവിഷന്റെ ഹെഡ് ഡയറക്ടർ റിറ്റർ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഡിവിഷന്റെ ഹെഡ് ഡയറക്ടർ റിറ്റർ ഇവളുടെ അച്ഛനാണ്, ഇവളുടെ സ്വന്തം അച്ഛനാണ്. പണ്ടാരും ഇതെല്ലാം കൂടി എങ്ങോട്ടാണ് പോകുന്നത്? ഇവൾക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ പേരൻസിനോട് പറഞ്ഞു. ആ ഹാക്കറിന്റെ ബുക്ക് ഇവളുടെ അച്ഛന് കാണിച്ചു കൊടുക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് പുള്ളി ഒരുമാതിരി അങ്ങ് സന്തോഷിക്കുന്നുണ്ട്. മീൻസ് ഇയാൾക്ക് വേണ്ട എന്തൊക്കെയോ ഇൻഫർമേഷൻ ആ ബുക്കിലുണ്ടായിരുന്നു, ഇവളായിട്ട് അത് എത്തിച്ചു കൊടുത്തു. വെൽ അത് കുറച്ചങ്ങോട്ട് വായിച്ചപ്പോഴേക്കും നമ്മുടെ ഹീറോ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നു. ഹാൻഡ്സ് അപ്പ്, രണ്ടുപേരും ഇറങ്ങി പോരുത്, അവളുടെ അടുത്തൊന്ന് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഡിവിഷന്റെ ഹെഡ് ഡയറക്ടർ റിറ്ററും അതേപോലെ പുള്ളിക്കാരന്റെ ഭാര്യ, അതായത് നമ്മുടെ ഹീറോയിന്റെ അമ്മ, ഇവർ രണ്ടുപേരും മാരക അഭിനയം. ഹീറോയിൻ ആണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ കണ്ടീഷനിൽ അവൾക്ക് അവളുടെ പേരൻസിനെ അല്ലേ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ? എന്നാൽ നമ്മുടെ ഹീറോ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ബഹളം വെച്ചപ്പോഴേക്കും ഹീറോയിന്റെ സ്വന്തം അമ്മ അവൾക്ക് നേരെ ഗണ്ണ് ചൂണ്ടുന്നു. ഡയറക്ടർ റിറ്ററിനെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം മകളെ വെടിവെച്ച് കൊല്ലുക ഈ പുള്ളിക്കാരി ഭീഷണിപ്പെടുത്തുന്നു. ഇതെന്തുവാണ് ഇത്? സ്വന്തം മോളെ കൊല്ലുമെന്ന് നോക്കേ. ഇത് വല്ല കഥയാണോ? ഇത് റിയലി സംഭവിക്കുന്നതാണോ? ഹീറോയിൻ ആകെ റിയാലിറ്റിയെ തന്നെ സംശയിക്കാൻ തുടങ്ങി. വെപ്രാളപ്പെട്ട് നമ്മുടെ ഹീറോയിൻ അവളുടെ അമ്മയൊന്ന് തള്ളി മാറ്റിയ ഗ്യാപ്പിൽ എയ്ഡൻ ആ പുള്ളിക്കാരിനെ ഷൂട്ട് ചെയ്തു. ആൻഡ് ഇവളുടെ തന്ത, അതായത് ആ ഡിവിഷന്റെ ഹെഡ്, പുള്ളിനെ അടിച്ച് താഴെ ഇടുന്നുണ്ട്. സ്വന്തം അമ്മയെ ഇവൻ ഷൂട്ട് ചെയ്ത് കൊന്നു, അച്ഛൻ അടിച്ച് താഴെ ഇട്ടു. ഇവൾക്ക് ഇവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഇവളുടെ തലയിൽ ബുള്ളറ്റ് ഇറക്കുമെന്നാണ് ഇവൻ നേരത്തെ ആരോടോ ഫോണിൽ സംസാരിച്ചായിട്ട് ഇവൾ കേട്ടത്. എന്നാൽ അത് വേറൊരർത്ഥത്തിൽ പറഞ്ഞതാണെന്നും ഇവനിപ്പോൾ വെടിവെച്ച് കൊന്ന ഈ പുള്ളിക്കാരി ഇവളുടെ അമ്മയല്ലെന്നും ഈ അടിച്ച് താഴെ ഇടേക്ക് നീങ്ങിയ ഇവളുടെ അച്ഛനല്ലെന്നും പറഞ്ഞ വിധത്തിൽ അവളെ കൺവിൻസ് ചെയ്ത് അവളെ വിളിച്ചുകൊണ്ട് പുറത്തു പോകുന്നു. അങ്ങനെ പുറത്തിറങ്ങി ചെന്നപ്പോഴാണ് ആലോചിക്കുന്നത് ഇവളുടെ ആൽഫിയെ മറന്നുപോയി. ആൽഫിയെ വിട്ടിട്ട് വരാൻ അവൾക്ക് മനസ്സില്ല. സത്യം പറഞ്ഞാൽ ഇവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, ഒരുപാട് കെയർ ചെയ്തിരുന്ന പെറ്റ്സ് ഉള്ളവർക്ക് ആ ഫീലിംഗ്സ് മനസ്സിലാവും. അതിനെ വിട്ടിട്ട് എങ്ങനെ പോകും? ബട്ട് എയ്ഡൻ ഇവൾക്ക് 2 ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ നിനക്ക് ആ ക്യാറ്റിന് വേണ്ടി തിരിച്ചു പോയി അവിടെ ചെന്ന് മരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. വേറെ വഴിയില്ല. ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലക്സ് ആവത്തേ ഉള്ളൂ. സോ ഇവൾ നമ്മുടെ ഹീറോയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. കണ്ടില്ലേ, ഇവൾക്ക് ഒരുപാട് വിഷമമായി. അവൾ ആ ചെയിനിൽ പോലും വെച്ചിരിക്കുന്ന ഫോട്ടോസിൽ ഒന്ന് ഇവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ ഒരു സൈഡ് ക്യാറ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത്രത്തോളം അവൾ അതിനെ സ്നേഹിച്ചിരുന്നു. ആകെ അങ്ങ് വിഷമിച്ച് സങ്കടപ്പെട്ട് കരയുന്ന ഇവളെ നമ്മുടെ ഹീറോ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഇടയ്ക്കിടെ ഇവളുടെ വിഷൻസിൽ വരുന്ന ഇവൾ ക്രിയേറ്റ് ചെയ്ത ആ ക്യാരക്ടർ ആർഗെയിൽ അങ്ങേരും ഇവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ദ ഗ്രേറ്റർ ദ സ്പൈ ദ ബിഗർ ദ ലൈ, എല്ലാം ശരിയാവും എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് ഒരു ആശ്വാസം. അങ്ങനെ അടുത്ത ദിവസം ആയപ്പോഴേക്കും നമ്മുടെ എയ്ഡൻ എല്ലിയും കൊണ്ട് ഫ്രാൻസിലെത്തി. ഫ്രാൻസ് തന്നെ ആയിരിക്കാം, ഐഫിൾ ടവർ ഒന്നും കാണിക്കുന്നില്ല. ഐഫിൾ ടവർ കാണിച്ചാലേ ഫ്രാൻസ് ആണെന്ന് വിശ്വസിക്കാൻ പറ്റൂ. എന്തായാലും ഏതോ ഒരു സ്ഥലത്തെത്തി. അവിടെയുണ്ട് നമ്മുടെ താരം സാമുവൽ എൽ ജാക്സൺ, നമ്മുടെ നിക് ഫ്യൂരി, എയ്ഡന്റെ ബോസ് ആണ്. ഐ മീൻ ഇവന്റെ സീനിയർ, ഇവരുടെ ഈ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. ഇദ്ദേഹത്തിന്റെ പേരും ആൽഫീന്ന് തന്നെയാണ്. ആൽഫീന്ന് പേര് കേട്ടതും ഹീറോയിനും പിന്നെയും വിഷമം. ഇദ്ദേഹത്തിന് എല്ലിയോട് കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇദ്ദേഹം എല്ലിയെ വിളിച്ചുകൊണ്ടുപോയി വിശദമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. എന്താണെന്നാൽ ഇവിടെ വളർത്തുന്ന മുന്തിരിയുടെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പണ്ട് റോമാ സാമ്രാജ്യത്തിന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. സംഭവം നമ്മുടെ എല്ലിയെ ഒന്ന് കംഫർട്ടബിൾ ആക്കണം. ബിക്കോസ് ഞെട്ടിക്കുന്ന കുറെ സംഭവങ്ങളാണ് ഇങ്ങനെ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഹീറോയിൻ കഥ എഴുതാറുണ്ടല്ലോ, ആർഗൈൽ. അതിലെ റിയൽ ആർഗൈലിനെ ഇവൾ മീറ്റ് ചെയ്യാൻ പോവാണ്. ഇവൾ ഇതുവരെ എഴുതിയിട്ടുള്ള കഥയൊക്കെ റിയൽ ലൈഫിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന, റിയൽ ലൈഫിൽ സംഭവിക്കുന്ന പോലെ അത്രയും ക്ലാരിറ്റിയോടെയാണ് എഴുതിയിട്ടുള്ളത്. ബിക്കോസ് അതെല്ലാം റിയലി സംഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആക്ച്വലി ഇതൊന്നും ഇവളുടെ പ്രഡിക്ഷൻസ് അല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇവൾ കഥകളിൽ എഴുതുന്നു, അത് മറ്റെവിടെയോ വൈറലായിട്ട് നടക്കുന്നു. അങ്ങനെയല്ല സംഭവം. ഇവൾ എഴുതിയിട്ടുള്ള ആർഗൈൽ ബുക്ക് സീരീസ് മുഴുവൻ ഇവളുടെ ഓർമ്മകളാണ്. കാരണം ഇവൾ ശരിക്കും ഒരു റൈറ്റർ അല്ല. ഇവൾ എല്ലി കോൺവേ അല്ല. ഹെർ റിയൽ നെയിം ഈസ് റേച്ചൽ കൈൽ, ഏജന്റ് ആർ കൈൽ. റേച്ചൽ എന്നുള്ളതിന്റെ ആറും പിന്നെ സെക്കൻഡ് നെയിമും കൈൽ, അങ്ങനെ ചേർത്ത് ആർ കൈൽ എന്ന് വായിക്കും. അതാണ് ഇവൾ ആർഗൈൽ എന്ന രൂപത്തിൽ കഥയായിട്ട് എഴുതിക്കൊണ്ടിരുന്നത്. എങ്ങനെയുണ്ട് ട്വിസ്റ്റ്? ഞെട്ടിയില്ലേ? വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലേ? ഇവൾക്കും അതേ അവസ്ഥ. വേണ്ട, ഇനി എന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ ഏജന്റാണ് പോലും. അല്ലേ അല്ല, ഞാൻ ഏജന്റാണ് പോലും. നിങ്ങൾ എന്നെ ഒരുമാതിരി
ഒരുമാതിരി കൺഫ്യൂസ് ആക്കാൻ നോക്കുക. എന്ത് പരിപാടി ഇത്? ആയാമേ റൈറ്റർ, എന്താണ് നിന്റെയൊക്കെ ഉദ്ദേശം? നീയൊക്കെ എന്തിനാണോ എന്റെ പേര് മാറ്റി കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു വൻ മൂപ്പേര്. സത്യം പറഞ്ഞാൽ ഇവിടെ റിയൽ ആർഗയിൽ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ ആൽഫി ഒടുക്കത്ത് ഡിമാൻഡ് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഹെൻറി കാവിൽ ഇപ്പോൾ വരും, ഇപ്പം തകർക്കും എന്നൊക്കെ കരുതിയിരിക്കുവാണ്. അപ്പോൾ ഒരുമാതിരി ആടെ ഓടെ പോലത്തെ ഒരു ട്വിസ്റ്റ്. സാധാരണ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റൊക്കെ കയറി വരുമ്പോൾ എന്തായിരിക്കും എന്നറിയാലോ. പക്ഷേ ഇവിടെ നേരെ തിരിച്ചായിരുന്നു. ഉദ്ദേശിച്ചത് കിട്ടിയില്ല, ഒരുമാതിരി വല്ലാത്ത ജാതി പരിപാടിയായി പോയി. എന്നാലും എന്തിനാണ് അങ്ങനെ ഇതിനൊക്കെ ഡേറ്റ് കൊടുത്തത്? ചുമ്മാ ഇങ്ങനെ ഓരോ സെക്കൻഡ് 2 സെക്കൻഡ് വന്നിട്ട് ഇവളുടെ ഹാലൂസിനേഷൻ ആയിട്ട് വന്നിട്ട് പോകാൻ വേണ്ടിയാ. എന്നാലും ഇവളാണ് ആർഗൈൽ, അതാണ് ട്വിസ്റ്റ്. പുള്ളിക്കാരി ഞാൻ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോ എയ്ഡൻ ഇവളെ ഒന്ന് തല്ലാൻ ചെല്ലുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അവളുടെ റിയാക്ഷൻ. തൊട്ടുപടെ അവന്റെ കൈ തട്ടി മാറ്റി അങ്ങ് ഒഴിഞ്ഞു മാറി. അതായത് ഒരു സീക്രട്ട് ഏജന്റ് മൂവ് ചെയ്യുന്ന പോലെ പെട്ടെന്നുള്ളൊരു മൂവ്മെന്റ് ആയിരുന്നു. അങ്ങനെ സത്യം ഇതാണെന്ന് മനസ്സിലാക്കി അവളും വിശ്വസിക്കുകയാണ്. തൊട്ട് മുമ്പ് വരെ ഇതെന്തോ ഒരു മണ്ടേല എഫക്റ്റ് ആണ്, ലൂണി ട്യൂൺസ് ആണ് എന്നൊക്കെ പറഞ്ഞ് നിന്നവളാണ്. സംഭവം ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ പറ, എന്താണ് എങ്ങനെയാണ് എല്ലാം വിശദമായിട്ട് പറ. ഒരു സൈഡിൽ ആൽഫി ഇവർ കൊണ്ടുവന്ന ബുക്ക് ഡീകോഡ് ചെയ്യുന്നുണ്ട്. ഹാക്കർ പെയിന്റ് ബുക്ക് ഉണ്ടല്ലോ, അതിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറെ എൻക്രിപ്റ്റഡ് രീതിയിൽ അതെല്ലാം ഡീകോഡ് ചെയ്യുന്നു. വില്ലൻ ഗ്യാങ് അവിടെ ഇതേ സെയിം പരിപാടി തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഡിവിഷൻ അവർക്ക് എങ്ങനെ ഈ ബുക്കിലുള്ള ഇൻഫർമേഷൻ കിട്ടിയെന്നാൽ നമ്മുടെ ഹീറോയിന്റെ അച്ഛനായിട്ട് അവൾ വിചാരിച്ച ആ പുള്ളിക്കാരൻ, ആ ഡിവിഷന്റെ ഹെഡ് റിട്ടർ, പുള്ളിക്കാരൻ ഒരു കണ്ണാടി വിയർ ചെയ്തിട്ടാണ് ഈ ബുക്കിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ റീഡ് ചെയ്തത്. അത് ഡിജിറ്റൽ ക്ലാസ് ആയിരുന്നു. ഈ ബുക്കിൽ ഹാക്കർ എഴുതിയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ അങ്ങനെ അതിൽ സേവ് ആയി. ഇപ്പൊ അവരത് ഡീകോഡ് ചെയ്തെടുക്കുന്നു. ആൻഡ് ബൈ ദ വേ നമ്മുടെ എല്ലിയുടെ തലയിൽ ഒരു ബുള്ളറ്റ് ഇറക്കണമെന്നുള്ള രീതിയിൽ, കൈലിന്റെ തലയിൽ ഒരു ബുള്ളറ്റ് ഇറക്കണമെന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ എന്തുകൊണ്ടാണ് ഫോണിൽ സംസാരിച്ചത് മനസ്സിലായല്ലോ. അവൻ ഫോണിൽ സംസാരിച്ചത് ഈ ആൽഫിയോടാണ്. ഇവളുടെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. അവളുടെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ട്രിഗർ ചെയ്യണം. ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് പറഞ്ഞത്, അല്ലാതെ ശരിക്കും ബുള്ളറ്റ് ഇറക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നില്ല. ആൻഡ് നൗ എങ്ങനെയാണ് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അറിയണം. ഇവള് ബുക്കിൽ എഴുതിയ പോലെ തന്നെ ആർഗയിൽ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അത് ലണ്ടനിൽ വെച്ചാണ് സംഭവിക്കുന്നത്. അവിടുന്ന് പിന്നെ ഇവളെ കാണാതാവുമായിരുന്നു. ഇവളുടെ സീക്രട്ട് സർവീസ് ഏജൻസിക്കൊന്നും ഇവൾ എവിടെ പോയി എന്നുള്ള യാതൊരു ഇൻഫോർമേഷനും ഇല്ല. പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു. വില്ലൻ ഗ്യാങ് എന്തൊക്കെയോ ചതി പ്രയോഗിച്ച് ഇവളെ പിടിച്ചു. അവൾ കോമയിലായി. ഏഡനൊക്കെ നമ്മുടെ ഹീറോയിനെ ട്രാക്ക് ചെയ്ത് ആർഗൈലിനെ ട്രാക്ക് ചെയ്ത് അവളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വില്ലൻ ഗ്യാങ്, അതായത് ആ ഡിവിഷൻ ഗ്യാങ് അവളെ US മാറ്റിയിരുന്നു. കാര്യങ്ങളൊക്കെ അവരുടെ കൺട്രോളിലായിരുന്നു. നമ്മുടെ ഏഡന് നമ്മുടെ ഹീറോയിന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവളെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. ആർഗൈലിന്റെ സിറ്റുവേഷൻ പതിയെ ബെറ്റർ ആയി വരുമ്പോൾ, അവൾ ആ ഒരു കോമ അവസ്ഥയിലേക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഡിവിഷന്റെ ഹെഡായിട്ടുള്ള റിട്ടർ എന്ന പുള്ളിക്കാരനും പിന്നെ ഇവളുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന, ഇവളുടെ അമ്മയായിട്ട് ആക്ട് ചെയ്ത ആ പുള്ളിക്കാരിയില്ലേ, അവർ രണ്ടാളും കൂടെ നമ്മുടെ ഹീറോയിനെ മാനിപ്പുലേറ്റ് ചെയ്യുമായിരുന്നു. അവളുടെ ഓർമ്മകളെ മാനിപ്പുലേറ്റ് ചെയ്യുമായിരുന്നു. ഒരു കളിപ്പാട്ടം വെച്ച് അതിന്റെ സൗണ്ട് വെച്ച് അവളെ ട്രിഗർ ചെയ്യുന്ന തരത്തിലേക്കാക്കി. അവളുടെ ബ്രെയിനെ അങ്ങനെ ട്രെയിൻ ചെയ്തു. അവളുടെ റിയാലിറ്റി തന്നെ പതിയെ മാറ്റി. ഇവളൊരു സീക്രട്ട് ഏജന്റ് ആണെന്നുള്ള കാര്യമില്ല ഇവൾ പൂർണ്ണമായിട്ടും മറന്നു പോകണം. ഇവളൊരു റൈറ്റർ ആണെന്ന് ഇവൾ ഓർത്തിരിക്കണം. ആൻഡ് ഇവൾക്ക് സംഭവിച്ചിട്ടുള്ള പഴയ കാര്യങ്ങൾ ഒരു കഥ പോലെ ഇവൾ എഴുതണം. ആ രീതിയിലേക്ക് അവളെ മാറ്റിയെടുത്തു. അവളുടെ ബ്രെയിനെ മൊത്തത്തിൽ കൺഫ്യൂസ് ആക്കി. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ റേച്ചലിനെ വിഷ്വലി ആൻഡ് വോക്കലി ട്രിഗർ ചെയ്യാൻ പറ്റുന്ന ഒരു കളിപ്പാട്ടം പോലെയാക്കി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നമ്മുടെ ഏഡൻ രഹസ്യമായിട്ട് ഇവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഡിവിഷന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കണം. ഇവളെ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉള്ളതുകൊണ്ടാണല്ലോ. അവരുടെ ഉദ്ദേശം എന്താണെന്നാൽ ആ ഒരു ഫയലാണ്. ആ ഫയൽ എവിടെയാണെന്ന് കണ്ടെത്തണം. ഏകദേശം ഇവർ ആ ഫയൽ കണ്ടെത്തി എന്നുള്ള സമയത്താണ് നമ്മുടെ ഹീറോ കൃത്യമായി അവിടെ ഇടപെടുന്നത്. ആ ട്രെയിൻ യാത്ര, അതിനിടയിൽ ഇവളെ കൊല്ലാൻ വന്ന ആളുകൾ, അവിടെ നിന്നൊക്കെ ഇവളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. ഏഡൻ ഒരു കില്ലാടി തന്നെ. ഇത്രയും നാൾ ഇവളെ ഫോളോ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചും മനസ്സിലാക്കി പെർഫെക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തു. ആൻഡ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവന്റെ ശരിക്കും പേര് ഏഡൻ അല്ല, ഇവന്റെ പേര് വയാറ്റ്. അത് തന്നെയാണ് നമ്മുടെ ഹീറോയിൻ എഴുതിയ കഥയിൽ ആർഗൈലിനെ സഹായിക്കാൻ ആർഗൈലിന്റെ കൂടെയുള്ള പുള്ളിക്കാരനില്ലേ വയാറ്റ്, നമ്മുടെ ജോൺ സീന. ആ വയാറ്റാണ് റിയൽ ലൈഫിലെ ഈ വയാറ്റ്. ജോൺ സീനയുടെ അത്രയും മസിലൊന്നുമില്ല, എന്നാലും ആൾ അടിപൊളിയാണ്. അങ്ങനെ സംഭവങ്ങളൊക്കെ ക്ലിയർ ആയി. ആൻഡ് കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നല്ലോ ആർഗൈൽ ആ വില്ലത്തിയെ പിടിക്കാനായിട്ട് അവിടെ പോയപ്പോൾ ആർഗൈലിനെ സഹായിച്ച ഹാക്കറിന് വെടികൊള്ളുന്നതായിട്ട്. അത് റിയലി സംഭവിച്ചതാണ്. ഇവരുടെ ടീമിലുണ്ടായിരുന്ന ഖൈറ, പുള്ളിക്കാരി മരണപ്പെട്ടു. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ ഷെയർ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഇവള് എല്ലി ആയിരുന്ന സമയത്ത്, അതായത് ഇവളെ റൈറ്റർ ആയിരുന്ന സമയത്ത് 4th ചാപ്റ്ററിൽ ആർഗൈൽ ബുക്ക് സീരീസിന്റെ 4ാമത്തെ ചാപ്റ്ററിൽ മരണപ്പെട്ട കെയ്റയെ 6ാമത്തെ ചാപ്റ്ററിൽ തിരിച്ചു കൊണ്ടുവരാം എന്നിവൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. 5th പാർട്ട് കൊണ്ട് സ്റ്റോറി നിർത്താതെ 6th പാർട്ടിലേക്കും പോകും എന്നൊരു സാഹചര്യമായപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അത് ആക്ച്വലി ഇവളായിട്ട് തീരുമാനിച്ചതല്ല. ഇവൾക്കൊരു മെയിൽ വന്നു. ഇവളുടെ ഒരു വ്യൂവർ ഇങ്ങനെ ഒരു ഐഡിയ ഷെയർ ചെയ്തു, കെയ്റയെ തിരിച്ചു കൊണ്ടുവന്നാൽ നന്നായിരിക്കും, അതൊരു ട്വിസ്റ്റ് ആയിരിക്കുമെന്ന്. അങ്ങനെ ഒരു സംഭവം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആൽഫി ബെക്കുനിന്റെ ആ ഒരു ബുക്ക് മൊത്തം ഡീകോഡ് ചെയ്തു. അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ബെക്കുനിൻ മാസ്റ്റർ ഫയൽ, അതായത് ആ ബുള്ളറ്റ് മിസ് സാബ അൽ ബദർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയാണ് ഏൽപ്പിച്ചത്രേ. അവരെയാണെങ്കിൽ കീപ്പർ ഓഫ് സീക്രട്സ് എന്നാണ് അറിയപ്പെടുന്നതെന്നും പറയുന്നുണ്ട്. ഖുർആനിൽ പറയുന്നത് മറ്റൊരാളുടെ രഹസ്യം സൂക്ഷിക്കുന്നത് ദൈവികമായുള്ള ഒരു പ്രവൃത്തിയാണെന്നാണ്. അതുകൊണ്ടാണ് ഹാക്കർ അൽ ബദറിനെ വിശ്വസിച്ച മാസ്റ്റർ ഫയൽ ഏൽപ്പിച്ചത്. ഇനിയിപ്പോൾ ആ പുള്ളിക്കാരുടെ അടുത്ത് നിന്ന് ആ മാസ്റ്റർ ഫയൽ മേടിക്കണമെങ്കിൽ അത് ഒരേ ഒരാൾക്ക് മാത്രമേ പോസിബിൾ ആകൂ, നമ്മുടെ ഹീറോയിൻ റേച്ചൽ കയ്യിൽ അവിടെ ചെന്നെങ്കിൽ മാത്രമേ ആ പുള്ളിക്കാരി ഇൻഫർമേഷൻ കൊടുക്കൂ. ഹാക്കർ ഉണ്ടാക്കി വെച്ചത് വല്ലാത്തൊരു കുരുക്കാണ്. ഇവൾക്കാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു കൊടുത്ത് ഓർമ്മയുണ്ടെങ്കിലും ഈ സീക്രട്ട് സർവീസ് ജോബ് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. ബട്ട് ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല. കീപ്പർ ഓഫ് സീക്രട്സ് ആയ സഭ അൽ ബദർ ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ നമ്മുടെ റേച്ചൽ അവരുടെ മുന്നിൽ ചെന്നേ പറ്റൂ. തുടർന്ന് രണ്ടാളും സഭ ഉള്ള പാലസ് ചെല്ലുന്നു. അവിടെ വെച്ച് ഇവർ രണ്ടാളും ഡാൻസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഹെൻറി കാവിലും ഡുവാലുവിൻ ഡാൻസ് ചെയ്തില്ലേ, അതുപോലൊക്കെ തന്നെ. ദെൻ നമ്മുടെ ഹീറോയിൻ സഭയുടെ അടുത്തിരുന്നു. പുള്ളിക്കാരി ആദ്യം കുറച്ച് ഡ്രാമയൊക്കെ ഇട്ടെങ്കിലും ഇവർക്ക് കൊടുക്കാനുള്ള ആ ഒരു ബോക്സ് എടുത്ത് കൊടുത്തു. അതിനുള്ളിൽ ഉണ്ടായിരുന്നു ആ ബുള്ളറ്റ്. ആ ബുള്ളറ്റിലാണല്ലോ ഇൻഫർമേഷനുള്ള പെൻഡ്രൈവ് വെച്ചിരിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. സോ ഹീറോയിൻ പെൻഡ്രൈവ് എടുത്ത് അവിടെയുള്ള സിസ്റ്റത്തിൽ തന്നെ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് വരുമ്പോൾ ഒരാളുടെ ഡീറ്റെയിൽസ് കൊണ്ട് ഇവൾ ആകെ അങ്ങ് ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. അത് ആരെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണെന്ന് നമുക്ക് കാണിച്ചിരുന്നില്ല. ആ വില്ലൻ ടീമിലുള്ള ഓരോരോ ആളുകൾ ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരാളുടെ ഇൻഫർമേഷൻ വന്നപ്പോഴേക്കും ഇവൾ ആകെ അങ്ങ് സ്റ്റക്കായി പണ്ടാറടങ്ങി ഞെട്ടിത്തെറിച്ചിരിക്കുന്നുണ്ട്. ദെൻ കുറച്ച് സമയം കഴിഞ്ഞ് ആ ഫയലും കൊണ്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്ന് എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് നാവ് വായിലോട്ട് ഇട്ടതും ദേ ഇവളുടെ അമ്മ അവിടെ വന്നു. ഇവളുടെ അമ്മയല്ല, ഇവളുടെ അമ്മയായിട്ട് ആക്ട് ചെയ്ത ആ പുള്ളിക്കാരി. ഇതെങ്ങനെ ഈ പുള്ളിക്കാരനെ നമ്മുടെ ഹീറോ നേരത്തെ ഷൂട്ട് ചെയ്ത് കൊന്നതല്ലേ? അവിടെയാണ് ട്വിസ്റ്റ്. നമ്മുടെ ഹീറോ ആ പുള്ളിക്കാരനെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അവർ താഴെ വീഴുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് പുള്ളിക്കാരി വെസ്റ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ഇപ്പോൾ ഇവരിങ്ങനെ സർപ്രൈസ് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവരെയും വിളിച്ചുകൊണ്ട് പോയി ഇരുന്ന് വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നു. ഈ ഡ്രൈവറുള്ള എന്തോ ഒരു ഇൻഫർമേഷൻ കണ്ട് നമ്മുടെ ഹീറോയിൻ ഞെട്ടിത്തിരിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ആക്ച്വലി ആ ഇൻഫർമേഷൻ എന്താണെന്നാൽ ഈ വില്ലൻ ഗ്യാങ്ങിലെ ഒരാളാണ് നമ്മുടെ ഹീറോയിൻ. ഞെട്ടണ്ട, വില്ലൻ ഗ്യാങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉള്ള ആ ഡ്രൈവിൽ നമ്മുടെ ഹീറോയിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. മുമ്പ് റേച്ചൽ CIA ഏജന്റ് ആയിരുന്നു, അതിനുശേഷം നമ്മുടെ ഹീറോ വർക്ക് ചെയ്യുന്ന അതേ ഡിപ്പാർട്ട്മെന്റിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഡിവിഷൻസിന്റെ ഡേറ്റാബേസിൽ ഇവളെ പറ്റിയുള്ള ഇൻഫർമേഷൻ വന്നത്? ശരിക്കും ഇവൾ ആരാണ്? നമ്മുടെ ഹീറോ ഇവളോട് പറഞ്ഞ കാര്യങ്ങളാണോ സത്യം, അതോ ഈ ഡിവിഷൻസിന്റെ ആളുകൾ പറയുന്ന കാര്യമാണോ സത്യം? ശരിക്കും ഇവൾ ഏത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? ഡിവിഷൻസിന് വേണ്ടിയാണോ അതോ നമ്മുടെ ഹീറോ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത്? ഇതാണ് ഇവിടെ ഏറ്റവും വലിയ സംശയം. എന്നാലും ഡിവിഷൻസിലെ ഈ ആളുകൾ, ഈ പെണ്ണുപിള്ള, ഇവരെ രണ്ടുപേരും ഇവിടെ പിടിച്ചിരുത്തി മൂരും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞ് നമ്മുടെ റേച്ചലിനോട് അവളുടെ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറയുന്നു. റേച്ചൽ കാര്യമായിട്ട് ചിന്തിച്ച് മറന്നുപോയ ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ച് അങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻസിന്റെ ഇൻഫോർമേഷനൊക്കെ ചോർത്തിയ ഒരു ഹാക്കർ ഉണ്ടല്ലോ, ബക്കുനിൻ, അവനെ കൊന്നത് റേച്ചലാണത്രേ. ഇതിപ്പോൾ എന്ത് പണ്ടാരമാണിത്? ഇവൾ ആ ഹാക്കറിനെ ഷൂട്ട് ചെയ്ത് കൊന്നു ബിക്കോസ് ഇവൾ വർക്ക് ചെയ്യുന്നത് ഡിവിഷൻസിന് വേണ്ടിയാണ്. ആക്ച്വലി നമ്മുടെ ഹീറോയിൻ വർക്ക് ചെയ്യുന്നത് ഡിവിഷൻസിന് വേണ്ടിയാണെന്ന് അവൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നു. ഈ പെണ്ണുപിള്ള പറയുന്ന കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഏഴൻ നേരത്തെ വലിയ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇവളും അവനും ഒരേ ഡിപ്പാർട്ട്മെന്റ് അത് ഇതെന്നൊക്കെ. ആ കാര്യങ്ങളൊന്നും അവൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ബക്കുനെ ഷൂട്ട് ചെയ്ത് കൊന്ന ഉടനെ തന്നെ ബക്കുനിരുന്ന ആ റൂം മൊത്തം സെൽഫ് ഡിസ്ട്രക്ട് ആവുന്നുണ്ട്. എന്തോ ഒരു ബട്ടൺ പ്രസ്സായി ആ റൂം മൊത്തം നശിക്കുവാണ്. ഒരു വിധത്തിലാണ് നമ്മുടെ ഹീറോയിൻ അവിടുന്ന് ജനൽ വഴി പുറത്ത് ചാടി രക്ഷപ്പെടുന്നത്. എന്നാൽ പെട്ടെന്ന് അങ്ങനെ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഇവളുടെ ഓർമ്മ പോയി, ഇവൾ കോമ അവസ്ഥയിലായി. പിന്നെ ഇങ്ങോട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പടിപടിയായിട്ട് സംഭവിച്ചു എന്ന് വേണം കരുതാൻ. പറഞ്ഞു വരുന്നത് നമ്മുടെ ഹീറോയിൻ തന്നെയാണ് വില്ലത്തി. ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിൻ തിരിച്ചറിഞ്ഞ് ഇതെല്ലാം ഓർത്തെടുത്തപ്പോഴേക്കും നമ്മുടെ ഹീറോയിനും പിന്നെ ഇവരെ ഇവിടെ പിടിച്ചുകൊണ്ട് പോയി ആ പുള്ളിക്കാരിയും ബോധം കിട്ടു പോകുന്നുണ്ട്. ബിക്കോസ് ഇവർ കുറച്ച് നേരം മുമ്പ് കഴിച്ച ആ ഒരു ഡ്രിങ്ക്സിനകത്ത് സ്ലീപ്പിംഗ് പിൽസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഡിവിഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഈ പെണ്ണുപിള്ളയ്ക്ക് അറിയായിരുന്നു. എന്നാലും പുള്ളിക്കാരി അത് ധൈര്യത്തോടെ കുടിച്ചു, കാരണം ചുറ്റും നിൽക്കുന്ന അവരുടെ ആളുകളാണ്. ആഫ്റ്റർ സംടൈംസ് നമ്മുടെ ഹീറോയിൻ കണ്ണു തുറക്കുമ്പോൾ ഇവളുടെ അച്ഛനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ ഇവളുടെ മുന്നിലുണ്ട്. ഡിവിഷൻസിനെ പറ്റി പുറത്തു വന്ന തെളിവുകളൊക്കെ നശിപ്പിച്ച് കളയുന്ന തിരക്കിലാണ് പുള്ളി. തെളിവുകളൊക്കെ പൂർണ്ണമായി നശിപ്പിച്ചെങ്കിലും ഇനിയും അവരുടെ മിഷൻ തീർന്നിട്ടില്ലത്രേ. നമ്മുടെ ഹീറോ വർക്ക് ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റിലെ ആൽഫിയെ കൂടെ ഇല്ലാണ്ടാക്കണം. കാരണം ആൽഫി നിരന്തരമായി ഡിവിഷൻസ് ചെയ്തിട്ടുള്ള ഉടായ്പൊക്കെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ എവിടെയാണെന്ന് കണ്ടെത്തണം. ആൽഫി എവിടെ ഇരുന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവളോട് ചോദിച്ചപ്പോൾ റേച്ചലിനും വ്യക്തമായൊരു ഐഡിയ ഇല്ല. നമ്മുടെ ഹീറോ റേച്ചലിനെ അവിടെ കൊണ്ടുപോയിരുന്നു, പക്ഷേ ആ യാത്രയിൽ റേച്ചൽ ഉറങ്ങുമായിരുന്നു. സോ വഴിയൊന്നും കണ്ടില്ല. ഫ്രാൻസിൽ എവിടെയോ ആണ്. കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ ഹീറോയ്ക്ക് മാത്രമേ അറിയൂ. അവനെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ ഏടം പറയാനോ, നോ വേ. എന്തോന്ന് ആൽഫിയോ? ആൽഫി നിന്റെ പൂച്ചയല്ലേ? ആ പൂച്ചയെ ഊമാറുടെ കസ്റ്റഡിയിലുണ്ട്. നിനക്ക് നിന്റെ പൂച്ചയെ തിരിച്ചു കിട്ടിയല്ലോ, സന്തോഷിക്ക്. ഏഡൻ പ്ലീസ്, സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. റേച്ചൽ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നീ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ 2 ഡിപ്പാർട്ട്മെന്റിനും വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. നീ ഒരു ഡബിൾ ഏജന്റ് ആയിരുന്നു. ഡിവിഷൻസിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ് നീ ആ വേഷം കിട്ടിയത്, ഇവരോടൊപ്പം ചേർന്നത്. ശരിക്കും ആലോചിച്ച് നോക്ക്. ഹാക്കർ ബാക്കുനെ നീ കൊല്ലാനും കാരണമുണ്ട്. എല്ലാ സൈഡിൽ നിന്നും എല്ലാവരും ഡബിൾ ഗെയിം ആയിരുന്നു. സോ നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതായി. നിനക്കന്ന് ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് വരെ, നിന്റെ ആ ലാസ്റ്റ് മൊമെന്റ് വരെ നീ ഫൈറ്റ് ചെയ്തത് ഡിവിഷൻസിനെ തകർക്കാനാണ്, ഇവരെ പറ്റിയുള്ള സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ്. ഏടം കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളാവട്ടെ അടുത്ത് നിന്ന ആളുടെ തോക്ക് മേടിച്ച് ഇവനെ ഷൂട്ട് ചെയ്തു. അധികം ഒന്നും ചിന്തിച്ചേയില്ല, ഹീറോയെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. ഇതെന്താണിപ്പോൾ ഇങ്ങനെ? ആൽഫയെ പറ്റിയുള്ള ഇൻഫർമേഷൻ ചോദിക്കാൻ വന്നിട്ട് ഇവനെ കൊന്നു കളഞ്ഞേക്കുന്നു. എന്നിട്ട് ഇവന്റെ ലോക്കറ്റൊക്കെ വലിച്ചു പൊട്ടിച്ചെടുത്ത് അതിലെന്തെങ്കിലും ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. ഇനിയിപ്പോൾ ആൽഫി എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള ഇവരുടെ ചോദ്യത്തിന് അതിന് തന്റെ അടുത്ത് വേറെ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് പോകുന്നു. ഹീറോയിന്റെ ഐഡിയ എന്താണെന്നാൽ അന്ന് രാത്രി നമ്മുടെ ഹീറോയിനെയും കൊണ്ട് ആൽഫിയുടെ അടുത്ത് പോയപ്പോൾ ഏകദേശം ഒരു 10-12 മണിക്കൂറോളം അവർ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 12 മണിക്കൂർ കൊണ്ട് ഫ്രാൻസിലെ ഏതൊക്കെ സ്ഥലത്ത് ഇവർക്ക് എത്താൻ പറ്റുമെന്ന് മാപ്പ് ചെയ്ത് അങ്ങനെ അത് ഓരോന്നും സോർട്ട് ഔട്ട് ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഹീറോയിന്റെ വെടികൊണ്ട് മരിച്ച ഹീറോയുടെ ഡെഡ് ബോഡി വില്ലൻ ഗ്യാങ്ങിലുള്ളവന്മാരെ എടുത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹീറോ എണീറ്റ് വന്ന അവന്മാരെ തല്ലുന്നു. ഇവൻ എന്തോ സ്പെഷ്യൽ പവർ ഉണ്ട്. കൃത്യം അവന്റെ നെഞ്ചത്ത് തന്നെയാണ് ബുള്ളറ്റ് അറച്ചത്. എന്നിട്ട് ഇവൻ എങ്ങനെ ഇത്രയും സമയത്തിന് ശേഷം ജീവനോടിരിക്കാൻ പറ്റുന്നു? എന്തോ അവിടെ ഉള്ളവന്മാരെയൊക്കെ അടിച്ചിട്ട് ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനുള്ള മരുന്നും കുത്തിവെച്ച് അതിലൊരുത്തിന്റെ ഗണ്ണും എടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായതാവുന്നു. അതിനോടകം റേച്ചൽ ആൽഫിയുള്ള സ്ഥലം കണ്ടുപിടിച്ചു. എക്സാക്ട് അങ്ങനെയുള്ള ഏരിയ മാപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ബ്രില്യന്റ് ഏജന്റ്, നീ പൊളിച്ചടുക്കി എന്നും പറഞ്ഞ് റിട്ടർ പറയുമ്പോൾ ഞാൻ ബ്രില്യന്റ് ആണ്, നിങ്ങൾ അങ്ങനെയല്ല. കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ സെർവറുമായിട്ട് കണക്ട് ആവുന്ന ഈ സിസ്റ്റത്തിന്റെ ആക്സസ് എനിക്ക് തരുമോ? മനസ്സിലായില്ല? ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഡിവിഷൻസിന്റെ മൊത്തം ഡീറ്റെയിൽസും ആൽഫിയെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് അങ്ങേർക്ക് അയച്ചു കൊടുത്തു. എപ്പോഴും അടുത്ത ട്വിസ്റ്റ്, ഹീറോയിൻ വില്ലത്തി അല്ല, ഹീറോയിൻ തന്നെയാണ്. എയ്ഡൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ അവൾക്ക് സാധിച്ചിരുന്നു. നല്ലതേത് ചീത്ത ഏതെന്ന് തിരിച്ചറിയാനുള്ള ബോധമുണ്ട്. എന്നാൽ ഇത്രയൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് ചിന്തിച്ച് നമ്മുടെ ഹീറോയിന് ഒരു അടി പറ്റി. ഈ സെർവറിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് അയക്കണമെങ്കിൽ സെർവർ ഓതറൈസേഷൻ ആവശ്യമാണ്. അതില്ലാതെ ഇവൾക്ക് ഫയൽ സെൻഡ് ചെയ്യാൻ പറ്റൂല. ഇപ്പോഴാണ് ആ ഒരു എറർ കാണിക്കുന്നത്. സോ
സോ അടി തുടങ്ങാനുള്ള സമയമായി. അധികമൊന്നും ആലോചിച്ച് നിൽക്കുന്നില്ല. ഇവളുടെ അച്ഛനും അമ്മയുമായിട്ട് അഭിനയിച്ച് അവരെ രണ്ടുപേരെയും അടിച്ച് താഴെ ഇട്ടു. നേരെ ഓടിച്ചെന്ന് ഇവളുടെ ഏറ്റവും പ്രിയപ്പെട്ട പെറ്റ് ക്യാറ്റ് ആൽഫിയെ എടുക്കുന്നു. ആൽഫി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ കുറേ അധികം വെപ്പൺസ് ഒക്കെ ഉള്ള മുറിയിലേക്ക്. അവിടേക്ക് തന്നെ നമ്മുടെ ഹീറോയും വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നടന്നതെല്ലാം ഇവൾ നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്തതുപോലും അവളുടെ ഒരു നമ്പർ ആയിരുന്നു എന്ന് കൃത്യമായിട്ട് ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഹീറോയുടെ നെഞ്ചത്ത് തന്നെ ഷൂട്ട് ചെയ്തിട്ടും അവൻ മരിക്കാതിരുന്നത്? ബിക്കോസ് ശരീരത്തിന്റെ ആ ഭാഗത്ത് വാസ്കുലർ കോറിഡോർ ഉണ്ടെന്ന്. അതായത് മനുഷ്യ ശരീരത്തിൽ ഹേർട്ടിന്റെ ആ ഒരു പൊസിഷന് തൊട്ടടുത്തായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു വാസ്കുലർ കോറിഡോർ ഉണ്ട്. ആ ഒരു പൊസിഷനിലേക്ക് കറക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്താൽ ബുള്ളറ്റ് ഹേർട്ടിൽ കയറില്ല. ഇതൊക്കെ ഇത്രയും കൃത്യമായിട്ട് ഉന്നം നോക്കി ഷൂട്ട് ചെയ്യുന്നതൊക്കെ സമ്മതിക്കണം. എന്നായാലും അങ്ങനെ ആ ഒരു പ്ലേസിലൂടെയാണ് ആ ബുള്ളറ്റ് കടന്നു പോയത്. അതുകൊണ്ട് ഇവനൊന്നും പറ്റിയില്ല എന്നാണ് ഇവൾ പറയുന്ന എക്സ്പ്ലനേഷൻ. ഇവൾ എഴുതിയ ആർഗേൽ ബുക്ക് സീരീസിലെ 4ാമത്തെ പാർട്ടിൽ കെയ്റയ്ക്ക് നെഞ്ചിൽ വെടിയേൽക്കുന്നതായിട്ടും അവൾ മരിക്കുന്നതായിട്ടും പറയുന്നുണ്ടായിരുന്നല്ലോ. ഇതേ കെയ്റ 6ാമത്തെ പാർട്ടിൽ തിരിച്ചു വരും എന്ന് ഇവൾ പറയുന്നുണ്ടായിരുന്നു. അവിടെയും റീസൺ ഇത് തന്നെ. കെയ്റയുടെ നെഞ്ചിലല്ല ബുള്ളറ്റ് ഇറങ്ങിയത്, കറക്റ്റ് ആയിട്ട് ആ വാസ്കുലർ കോറിഡോർ ആ പൊസിഷനിലാണ് ബുള്ളറ്റ് കൊണ്ടത്. വിച്ച് മീൻസ് ഇവളുടെ സ്റ്റോറിയിൽ പറയുന്ന പോലെ കെയ്റ മരിച്ചിട്ടില്ല. അതായത് റിയൽ ലൈഫിലെ കെയ്റ മരിച്ചിട്ടില്ല. കെയ്റ എവിടെയോ ജീവനോടെ ഉണ്ട്. പിന്നെ ഷൂട്ട് ചെയ്ത ഉടനെ തന്നെ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കെയ്റയുടെ കേസിൽ ആർഗേൽ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. വിച്ച് മീൻസ് റിയൽ ലൈഫിലെ കെയ്റയുടെ കേസിൽ നമ്മുടെ ഹീറോയിൻ അങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഹീറോയിൻ ഇവിടെ നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്തതിന് ശേഷം അവൻ കഴുത്തിലിട്ടിരുന്ന ചെയിനിൽ എന്തെങ്കിലും ട്രാക്കർ ഉണ്ടാവുമോ എന്ന് ചെക്ക് ചെയ്യാനെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ നൈസായിട്ട് അവൻ്റെ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. That's the dumbest thing I've ever heard in my life. സത്യം, ഇതുപോലൊരു പൊട്ടത്തരം ഞാൻ ഇതേവരെ എൻ്റെ ലൈഫിൽ കേട്ടിട്ടില്ല. അതും കറക്റ്റായിട്ട് അങ്ങോട്ട് തന്നെ ഷൂട്ട് ചെയ്തെന്ന്. മറ്റത് അബദ്ധത്തിൽ കറക്റ്റ് ആ ഏരിയയിൽ തന്നെ കൊണ്ടുവന്ന് പറയാം. പക്ഷേ ഇവളിത് കറക്റ്റ് ലക്ഷ്യം നോക്കി അങ്ങോട്ട് തന്നെ ഷൂട്ട് ചെയ്തു. ഇങ്ങനെയായിരുന്നു പ്ലാൻ, അത് ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരുമാതിരി ആളെ പൊട്ടന്മാരാക്കുന്ന പോലെ. വെറുതെ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമ്മുടെ ഹീറോ ഇപ്പോൾ ജീവനോടെ ഉണ്ടല്ലോ. സോ കഥ മുന്നോട്ട് പോകും, നമുക്കും കൂടെ പോവാം. ഹീറോയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. അവന് ഇവളെ വിശ്വസിക്കുന്നു. ഇനി ഇവർക്ക് സെർവർ റൂമിലെത്തണം. എങ്കിൽ മാത്രമേ ഡിവിഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആൽഫി അറിയിക്കാൻ പറ്റൂ. ആൽഫിക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റൂ. എന്നാൽ ഇവരിപ്പോൾ ഈ റൂമിന് പുറത്ത് ഡിവിഷൻ്റെ ആളുകൾ എത്തിക്കഴിഞ്ഞു. ഫൈറ്റ് തുടങ്ങാനുള്ള സമയമായി. ആ മുറിയിലുണ്ടായിരുന്ന കുറേയധികം കളർ സ്മോക്ക് വാരി വലിച്ചെറിഞ്ഞ് ഇത്രയും സ്മോക്കിനിടയിലൂടെയും വിസിബിലിറ്റി കിട്ടുന്ന തരത്തിലുള്ള മാസ്ക്, ഫേസ് മൊത്തം കവറാകുന്ന തരത്തിലുള്ള മാസ്ക് വെച്ച് അങ്ങനെ അവിടെയുള്ള ഇവരെ അറ്റാക്ക് ചെയ്യാൻ വന്ന എല്ലാവരെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഏതാണ്ട് ഒരു കിങ്സ്മാൻ വൈബൊക്കെ ആയിരുന്നു ഈ ഫൈറ്റ്. അത്ര ഒന്നും എടുത്ത് പറയാനില്ല, എന്നാലും കിങ്സ്മാനകത്തൊക്കെ കണ്ടുപരിചയമുള്ള ആ ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ്. ഇതിനിടെ നമ്മുടെ റേച്ചലിന്റെ ബാക്ക് പാക്കിന്റെ ഗ്ലാസ് പൊട്ടുന്നുണ്ട്. അവളുടെ ആ ഒരു ക്യാറ്റിനെ ആൽഫിയെ വെച്ചിരുന്ന ആ ഒരു പോർഷനെ ആൽഫിക്ക് വെടിയുണ്ടോ എന്തോ. എന്തായാലും രണ്ടാളും അവിടെയുള്ള വെന്റ് വഴി താഴത്തെ സെക്ഷനിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവിടെയും വരുന്ന ഡിവിഷന്റെ ആളുകൾ ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവിടെയുള്ള കുറെ പൈപ്സ് ഒക്കെ പൊട്ടി, കുറെ പൈപ്പ് ലൈൻസ് ഒക്കെ പൊട്ടി അവിടെ മുഴുവൻ ക്രൂഡ് ഓയിൽ വരുന്നുണ്ട്. അല്ല ഇതിപ്പോ എന്ത് ഇങ്ങനെ, എന്ത് ഇവിടെ ക്രൂഡ് ഓയിൽ? ഈ ബിൽഡിംഗിൽ ക്രൂഡ് ഓയിലിന്റെ ആവശ്യം എന്താ? എന്തായാലും അവിടെ ഓയിലൊക്കെ നിറഞ്ഞതുകൊണ്ട് ഡിവിഷന്റെ ആളുകളോട് ഇനി ഷൂട്ട് ചെയ്യാൻ പാടില്ല, ഷൂട്ട് ചെയ്താൽ വലിയ പ്രശ്നമാണെന്ന് അവരുടെ ഹെഡ് പറഞ്ഞു. ഇനിയിപ്പോൾ ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റേ നടക്കും. നമ്മുടെ ഹീറോയിൻ അവളുടെ ബാക്ക് പാക്ക് ഊരി നോക്കുമ്പോൾ ഭാഗ്യത്തിന് ആൽഫിക്കൊന്നും പറ്റിയിട്ടില്ല. ഇവന്മാരെ എങ്ങനെയെങ്കിലും അടിച്ച് തറ പറ്റിച്ച് സെർവർ റൂമിൽ എത്തിയേ പറ്റൂ. ഇന്നേരമാണ് നമ്മുടെ റേച്ചലിന് ഇവൾ മുമ്പ് എപ്പോഴും ഐസ് സ്കേറ്റിംഗ് ചെയ്ത പോലെയുള്ള ഓർമ്മ വരുന്നത്. അത് സത്യമാണെന്ന് ഇവനോട് ചോദിച്ചു. അതേ, നീ നല്ലൊരു ഐസ് സ്കേറ്റർ ആണെന്ന് അവനും പറഞ്ഞു. അത് അറിയേണ്ട താമസം. 2 കത്തി എടുത്ത് ഷൂവിനടിയിൽ കണക്ട് ചെയ്തു. അവളുടെ ഗണ്ണിൽ ഒരു കത്തി കണക്ട് ചെയ്ത് അവിടെ മൊത്തം വീണ് കിടക്കുന്ന ക്രൂഡ് ഓയിലൂടെ സ്കേറ്റ് ചെയ്ത് പോയി അവന്മാരെ എല്ലാം വകവരുത്തുന്നു. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പുള്ളിക്കാരെ അതൊന്നും വകവകാതെ അവന്മാരെ അവസാനം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഡിവിഷന്റെ ആളുകളൊക്കെ ഡെഡായി എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും പറ്റിയില്ല. പിന്നെ എന്തിനാണ് ഇത്രയും ബിൽഡപ്പ് ഇട്ടത്? എന്തോ അതിനുശേഷം ഇവർ സെർവർ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ അവിടെ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഡിവിഷൻസിന്റെ ഹെഡ് ആയിട്ടുള്ള ആ പുള്ളിക്കാരനില്ലേ, അങ്ങേറെ ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഫർമേഷൻ ഇവിടെ നയിക്കാൻ പറ്റുമെന്ന്. അങ്ങേറെ കണ്ണ് സ്കാൻ ചെയ്യണം. ഇനിയിപ്പോൾ അങ്ങേരെ കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അങ്ങേരായിട്ട് തന്നെ റൂമിലേക്ക് കയറി വന്നു. ഇവരെ ഇവിടെ വെച്ച് അങ്ങ് തീർത്തേക്കാവുന്നുള്ള ഉദ്ദേശത്തിൽ ഗണ്ണൊക്കെ ആയിട്ടാണ് വന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ടിപ്പിക്കൽ വില്ലൻ ആയതുകൊണ്ട് തന്നെ കൊല്ലുന്നതിന് മുമ്പ് 2 ഡയലോഗ് അടിക്കണേ. അല്ലെങ്കിലും വില്ലന്മാർക്കുള്ള മെയിൻ പ്രശ്നം ഇതാണ്. അവസാന സമയത്ത് ഡയലോഗ് അടിക്കാൻ പോകും. ഇപ്പം തന്നെ നമ്മുടെ ഹീറോയിന്റെ പൂച്ച ഇങ്ങേർക്ക് നേരെ ചാടി അങ്ങേരെ ഡിസ്ട്രാക്ട് ചെയ്തു. കിട്ടിയ ഗ്യാപ്പിൽ നമ്മുടെ ഏടൻ അങ്ങേരെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. എന്നാൽ വേറൊരു പണിയും കിട്ടി. ഇവനും അങ്ങേരെ ഷൂട്ട് ചെയ്തപ്പോൾ കറക്റ്റ് അങ്ങേരുടെ കണ്ണിന്റെ പോർഷനിലായിട്ടാണ് വെടി കൊണ്ടത്. സോ ഇനിയിപ്പോൾ ഇങ്ങേരുടെ കണ്ണ് സ്കാൻ ചെയ്ത് ഈ ഇൻഫർമേഷൻ അയക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. അധികം വയ്യാതെ നമ്മുടെ ഹീറോയിൻ്റെ വഴി കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടുത്തെ സെക്യൂരിറ്റിയെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും സാറ്റലൈറ്റ് ഡോം യൂസ് ചെയ്ത്. അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആൽഫിക്ക് ഇൻഫർമേഷൻ അയക്കാം. അതിനുവേണ്ടി റൂഫിലേക്ക് കയറി ചെല്ലണം. അങ്ങനെ ഇവർ റൂഫിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇവരും മനസ്സിലാക്കുന്നത് ആക്ച്വലി ഇവരൊരു ബിൽഡിങ്ങിലൊന്നുമല്ല, ഒരു കപ്പലിലായിരുന്നു. ഡിവിഷന്റെ വലിയ ഒരു കപ്പലിലായിരുന്നു ഇവരെല്ലാം. ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് അവിടെ ക്രൂഡ് ഓയിൽ വന്നതെന്ന്. അങ്ങനെ ഇവിടെ കയറി വന്ന ഇവരെ ആൽഫിക്ക് ഫയൽ അയച്ചു കൊടുക്കുന്നു. അപ്ലോഡിംഗ് സ്റ്റാർട്ടായി വളരെ കുറച്ചങ്ങോട്ടായപ്പോഴേക്കും ആ പുള്ളിക്കാരി കയറി വരുന്നു. ഇവളുടെ അമ്മയായിട്ട് അഭിനയിച്ച ആ പുള്ളിക്കാരി. ഇവരുടെ കയ്യിലുള്ള ഈ ടോയ് കണ്ടില്ലേ, ഈ ടോയ് ഉപയോഗിച്ചാണ് ഇവർ നമ്മുടെ ഹീറോയിനെ നേരത്തെ ബ്രെയിൻ വാഷ് ചെയ്തത്. ഇപ്പോൾ അതേ ടോയ് കൊണ്ടുവന്ന് അതിൽ നിന്ന് വരുന്ന ശബ്ദം നമ്മുടെ ഹീറോയിനെ കേൾപ്പിച്ച് നേരത്തെ ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത സമയത്ത് ഇവർ യൂസ് ചെയ്തിരുന്ന കമാൻഡ്, അന്നേരം യൂസ് ചെയ്തിരുന്ന വേർഡ്സ് ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ വീണ്ടും അവരുടെ കൺട്രോളിലായി. ഒരു ഡോളിനെ പോലെ എക്സാക്ട്ലി ഈ പുള്ളിക്കാരി എന്താണോ പറയുന്നത് അതനുസരിക്കുന്ന ഒരു ഡോളിനെ പോലെ ആയി മാറി. എന്തല്ലേ ഒരാളുടെ ബ്രെയിനൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ? ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഈ സൗണ്ടും അതേപോലെ കുറേ കമാൻഡ്സും യൂസ് ചെയ്ത് അവളെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് ഈ സിനിമയ്ക്കകത്ത് പറയുന്നത്. നമ്മുടെ ഹീറോയോട് ഫൈറ്റ് ചെയ്യുന്നു. ആൽഫിയുടെ സെർവറിലേക്ക് അയച്ചുകൊണ്ടിരുന്ന ഫയലിന്റെ അപ്ലോഡിങ് ഇവൾ സ്റ്റോപ്പ് ചെയ്തു. നമ്മുടെ ഏഡൻ ആവട്ടെ നമ്മുടെ ഹീറോയിനെ തല്ലാൻ ഒട്ടും താല്പര്യമില്ല. ഇവളെ തല്ലരുത്, ഇവളെ നോവിക്കരുത് എന്നൊരു മൈൻഡ് സെറ്റിലാണ് പുള്ളിക്കാരൻ. എന്നാൽ അവൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇവനെ എടുത്തിട്ട് കുമ്മുന്നുണ്ട്. ഇടയ്ക്കൊരു പോയിന്റിൽ നമ്മുടെ ഹീറോയിനെ കൺട്രോൾ ചെയ്യുന്ന ആ ടോയിലെ മ്യൂസിക് ഓഫ് ആകുമ്പോൾ അവളൊന്ന് നോർമൽ ആവുന്നുണ്ട്. എന്നാൽ
മറ്റേ പുള്ളിക്കാരി വീണ്ടും അത് ഓൺ ചെയ്തപ്പോൾ അവൾ വീണ്ടും പഴയ പോലെ തന്നെ ഇവനോട് ഫൈറ്റ് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ഈ പെൺപിള്ളയുടെ കയ്യിരിക്കുന്ന ആ ടോയ് നശിപ്പിക്കണം. അതിലെ മ്യൂസിക് കേൾക്കുമ്പോഴാണ് പ്രശ്നം. കുറച്ചൊക്കെ പിടിച്ചിരിക്കാൻ നമ്മുടെ എയ്ഡൻ ശ്രമിച്ചു. എന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായപ്പോൾ അവൻ അവൻ്റെ തോൽവി സമ്മതിച്ചു. റേച്ചൽ അവനെ അടിച്ച് താഴെയിട്ട് നേരത്തെ ഇവൻ തന്നെ ഇവൾക്ക് പറഞ്ഞു കൊടുത്തൊരു ട്രിക്ക് ഉണ്ടല്ലോ, കാലിങ്ങനെ പൊക്കുക, കുണ്ടിയൊന്ന് ചരിക്കുക, ഒരൊറ്റ ചവിട്ട്. അങ്ങനെ ചവിട്ടി ഇവൻ്റെ തല പൊട്ടിക്കാൻ നമ്മുടെ റേച്ചൽ അങ്ങോട്ട് തുടങ്ങുമ്പോഴാണ് ഏതോ ഒരാൾ വന്നിട്ട് ആ ഡിവിഷനിലെ പെണ്ണുപിള്ളയുടെ തലക്കടിച്ച് അവരെ താഴെ ഇടുന്നത്. ആ ഒരൊറ്റ അടിക്ക് അവർ തീർന്നിട്ടുണ്ടാവണം. അതിരി അടിയായിരുന്നു. എന്തായാലും അവരുടെ കയ്യിലുണ്ടായിരുന്ന ടോയ് താഴെ വീണ് പൊട്ടിപ്പോയി. അതിലെ മ്യൂസിക് നിന്നതും ഹീറോയിൻ നോർമലായി. ഹീറോയിൻ സോറിയൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയെ പിടിച്ചു പോകുന്നു. അതിനിടയ്ക്ക് അവൻ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഡിവിഷനിലെ പെണ്ണുപിള്ളയുടെ തല അടിച്ച് പൊട്ടിച്ചത് കെയ്റയാണ്. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ, ആർഗലിനെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവൾക്ക് വെടികൊള്ളുന്നതായിട്ട്. ഉറപ്പായിട്ടും അവളുടെ വാസ്കുലാർ കോറിഡോറിലാണ് വെടികൊണ്ടത്. അതുകൊണ്ട് അവൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ടായിരുന്നു അവൾ എഴുതുന്ന കഥയിലെ 6ാമത്തെ പാർട്ടിൽ, ആ ബുക്ക് സീരീസിന്റെ 6ാമത്തെ പാർട്ടിൽ ഇവളെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടെന്ന്. അങ്ങനെ ഒരു ഐഡിയ നമ്മുടെ ഹീറോയിന് അവളുടെ ഏതോ ഒരു ഫാൻ മെയിൽ അയച്ചതാണ്. ആ മെയിൽ അയച്ച ഫാൻ ദാ ഇവളാണ്. ആ മെയിൽ തന്നെ അവൾ വാസ്കുലാർ കോറിഡോറിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ബുള്ളറ്റ് കറക്റ്റ് ആയിട്ട് ആ ഒരു പൊസിഷനിലാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആളെ രക്ഷിക്കാൻ പറ്റും, ഹേർട്ടിന് പ്രശ്നമൊന്നും പറ്റത്തില്ലെന്ന്. പിന്നെ എങ്ങനെയാണ് കെയ്റ ഈ കപ്പലിൽ വന്നത്? നേരത്തെ ഡിവിഷനെ എക്സ്പോസ് ചെയ്യാനുള്ള ഈ ഒരു ടീമിന്റെ ശ്രമത്തിനിടയിലാണല്ലോ നമ്മുടെ ഹീറോയിന്റെ ഓർമ്മ പോകുന്നതും അവർ നമ്മുടെ ഹീറോയിനെ തട്ടിക്കൊണ്ട് പോയതൊക്കെ. അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവൾ ഒരു റൈറ്റർ ആണെന്ന് അവളെ തന്നെ വിശ്വസിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതെല്ലാം രഹസ്യമായിട്ട് കെയ്റയും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. തന്ത്രപരമായിട്ട് ഡിവിഷന്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ കടന്നുകൂടാൻ അവൾ ശ്രമിച്ചു. അങ്ങനെ അവൾക്ക് ഈ ജോലി കിട്ടി. അവർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്നുണ്ടെങ്കിലും ഡിവിഷനെ തകർക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുമായിരുന്നു ഇവള്. ഇപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു. അങ്ങനെ ഡിവിഷനെ പറ്റിയുള്ള സകല കാര്യങ്ങളും നമ്മുടെ ആൽഫിക്ക് അയച്ചു കൊടുത്തു. ദെൻ ഇവർ 3 പേരും ഒരു സ്പീഡ് ബോട്ടിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ഡിവിഷന്റെ ആ കപ്പലും കത്തിക്കുന്നുണ്ട്. ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞു. അങ്ങനെ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം കഥയായിട്ട് എഴുതി ആർഗൽ ബുക്ക് സീരീസിന്റെ അടുത്ത പാർട്ടായിട്ട് നമ്മുടെ എല്ലി പ്രസന്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും റേച്ചലാണ്, എന്നാൽ ഇപ്പോൾ അവളെ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി എല്ലിയുടേതാണ്. അതായത് പ്രസന്റ് മുന്നിലൊക്കെ ആ കഥാകാരിയായിട്ട് ഏതാണ്ട് 5 വർഷത്തോളമായിട്ട് ഇവളെ റൈറ്ററായിട്ട് ആളുകൾക്ക് പരിചയമാണ്. ഇവളുടെ നോവൽ വൻ ഹിറ്റ് ആയതുകൊണ്ട് ഇവളെ ഇവിടെ വെച്ച് കണ്ടാലും ആരും തിരിച്ചറിയും. അതുകൊണ്ട് ഈ ഒരു ലൈഫ് തന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് പുള്ളിക്കാരി തീരുമാനിച്ചിട്ടുണ്ടാവാം. എന്തായാലും ആർഗൽ ബുക്ക് സീരീസിലെ ഇപ്പോൾ റിലീസായ ബുക്ക് പ്രസിന്റെ മുന്നിൽ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന കാണികളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഒരു മഞ്ഞ ഷർട്ടിന്റെ പുള്ളിക്കാരൻ കൈവെക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേ നമ്മുടെ ഹെൻറി ക്യാവിൽ ആർഗയിൽ തന്നെ, ഇവള് മനസ്സിൽ കണ്ട അതേ ആർഗയിൽ തന്നെ. എനിക്ക് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ല, മേ ബി നിങ്ങൾക്ക് എന്നോട് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടാവും, എന്താ ശരിയല്ലേ എന്ന് ഈ മഞ്ഞ ഷർട്ടിട്ട് ആർഗലിനെ പോലെ തന്നെ ഇരിക്കുന്ന ഈ പുള്ളിക്കാരൻ ചോദിക്കുമ്പോൾ അങ്ങനെ കണ്ട ആകെ ഒരുമാതിരി ഞെട്ടി നിൽക്കുന്ന നമ്മുടെ ഹീറോയിനെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. നമ്മൾ നല്ല നല്ല ട്വിസ്റ്റുകളുള്ള കുറേ സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ. ട്വിസ്റ്റുകൾ മാത്രം ഒരു സിനിമയാക്കിയാൽ ദാ ഈ കൊലത്തിരിക്കും. എല്ലാം കൂടെ ചേർന്ന ഒരു അവിയൽ പരുവത്തിലായിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനെയുള്ള കൂടുതൽ കഥകൾ കേൾക്കാം.